എന്റെ പേരറിയാമോ? എന്റെ പേരറിയാമോ എല്ലാവർക്കും? എല്ലാവർക്കും പേരറിയാമോ? അറിയാമോ? എന്താ പേര്? എന്റെ പേരെന്താ? പേരെന്താ? എന്റെ പേര് സൂരജ് അല്ലേ? സൂരജ് അല്ലേ? ഞാനാണ് പഠിപ്പിക്കുക കേട്ടോ. ഈ ഒരു എക്സാം കഴിയുന്നവരെയും എക്സാമിന്റെ തലേ ദിവസം രാത്രി വരെയും ഞാനാ പഠിപ്പിക്കുക കേട്ടോ. ഞാനാ പഠിപ്പിക്കാൻ പോകുന്നത്. മറ്റാരും നിങ്ങളെ പഠിപ്പിക്കാൻ വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഞാനാ കൈകാര്യം ചെയ്യും. റിസർച്ച് അടക്കം എല്ലാ ടോപ്പിക്കും ഞാൻ പഠിക്കും കേട്ടോ. അല്ല അവസാനം കൊണ്ടുവച്ച് വേറെ ആരെയും വെച്ച് ഞാൻ പഠിപ്പിക്കില്ല. ഞാൻ പഠിപ്പിക്കും ചോദ്യം വരുന്നതും. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും ചോദ്യം വരുന്നതും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ദിവസം നമ്മൾ സെല്ലിന്റെ ഫസ്റ്റ് ക്ലാസ് പഠിച്ചല്ലേ? സെല്ലിന്റെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങി വെച്ചു. ആരാ സെല്ല് കണ്ടുപിടിച്ചാരാ? സെല്ല് കണ്ടുപിടിച്ചാരാ? സെല്ല് കണ്ടുപിടിച്ച ആളുടെ പേരെന്ത് പറഞ്ഞു? സെല്ല് കണ്ടുപിടിച്ച ആളുടെ പേരെന്താ പറഞ്ഞത്? സെല്ല് കണ്ടുപിടിച്ചാരാ? ആരാ സെല്ല് കണ്ടുപിടിച്ചാരാ? സെല്ല് കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? ആരാ കണ്ടുപിടിച്ച സെല്ല്? റോബർട്ട് ആണോ? പറഞ്ഞു എല്ലാരും പറഞ്ഞു സെല്ല് കണ്ടുപിടിച്ചാരാ? ആദ്യം അത് പറഞ്ഞേ. പഠിപ്പിക്കുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കണം. എനിക്ക് എപ്പോഴും ഇഷ്ടം എന്നറിയാം. നമ്മളെപ്പോഴും എന്താണ് പഠിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കണം. സെല്ല് കണ്ടുപിടിച്ചാരാ? സെല്ല് കണ്ടുപിടിച്ച ആളുടെ ആരുടെ പേരെന്താണ്? പേരെന്താ? റോബർട്ട് ഹുക്ക് ആണോ? റോബർട്ട് കോച്ച് ആണോ? ആരാ? റോബർട്ട് ഹുക്ക് ആണോ? 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 ആണ് ആണ് ആദ്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് അനിമൽ സെല്ല് നോക്കിയതാരാ? അനിമൽ സെല്ല് ഫസ്റ്റ് ഒരു മൈക്രോസ്കോപ്പ് നോക്കിയ പേരെന്താ? അനിമൽ സെല്ല്. ഇത് പ്ലാന്റ് സെല്ലല്ല, അനിമൽ സെല്ല് ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാരാ? റോബർട്ട് ഹുക്ക് അല്ലേ? റോബർട്ട് ഹുക്ക് അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് അനിമൽ സെൽ ഡിസ്കവർ ചെയ്താരാ? കണ്ടുപിടിച്ചാരാ? അതാരാ? റോബർട്ട് ഹുക്ക് അല്ലേ? ഹുക്ക് അല്ലേ? യെസ്. കിട്ടിയോ? ഇത് ചോദ്യം ഇതൊക്കെ പലതിന് എക്സാം ചോദിക്കും. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം എത്തിയല്ലോ. ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ അടുത്ത ഓരോ ദിവസത്തെയും നമ്മൾ ഇന്ന് നഴ്സിംഗുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഡേയ്സ് വരില്ലേ? നഴ്സിംഗുമായി ബന്ധപ്പെട്ടെടുന്ന സ്പെഷ്യൽ ഡേയ്സ് എല്ലാം ഓർമ്മിക്കുകയല്ലോ ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി വരുന്ന ഓരോ മാസവും നമ്മൾ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഓരോ മാസവും വരുന്ന നഴ്സിംഗുമായിട്ടുള്ള സ്പെഷ്യൽ ഡേയ്സ് എല്ലാം ആദ്യമേ പഠിച്ചു പോകണം. അവസാനം പഠിക്കാൻ നിൽക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. സോ ദസലിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ലാസ്റ്റ് എവിടെ നിർത്തിയത്? നമ്മൾ ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്തത്? ലാസ്റ്റ് എവിടെ നിർത്തിയത്? ആർക്ക് പറയാം? ലാസ്റ്റ് എവിടെയാ? ഇത് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണോ? സെല്ലിനകത്തുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തത്? യെസ് ഓർന്നോ? അടുത്ത ചാപ്റ്റർ ആണ്. പുതിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഇത് ട്രാൻസ്പോർട്ട് മെക്കാനിസം വരെയാണോ? ആണോ? ആലോചിച്ച് പറയില്ല. പറഞ്ഞേ. ലാസ്റ്റ് പറഞ്ഞ കാര്യം ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിലാണ് നമ്മൾ അവസാനമായിട്ട് നിർത്തി. ശരിയല്ലേ? സെല്ലിന്റെ കാര്യമാണ്. അപ്പൊ സെല്ല് പ്രധാനമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള എത്ര ടൈപ്സ് ഓഫ് മെക്കാനിസം ഉണ്ട്? സെല്ലിനെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി എത്ര ടൈപ്സ് ഓഫ് മെക്കാനിസം ഉണ്ട്? പ്രധാനമായും 2 ടൈപ്സ് അല്ലേ? നമുക്ക് പ്രധാനമായിട്ടും സെല്ലിനകത്ത് നിന്നും പുറത്തോട്ട് പോകാനും പുറത്തുനിന്ന് അകത്തോട്ട് വരാനും പ്രധാനപ്പെട്ടും 2 ടൈപ്സ് ഓഫ് മെക്കാനിസം ഉണ്ടല്ലേ? ഏതൊക്കെയാ? ആക്റ്റീവും പാസീവും ആണോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും ആണോ? ഞാൻ പറയുന്ന ഫുള്ള് മലയാളം. ഒന്നും എഴുതണ്ട, കേട്ടിരുന്നാൽ മാത്രം മതി. ഈ ക്ലാസ് എല്ലാം ജസ്റ്റ് കേട്ടിരിക്കുക. തലക്കകത്ത് ഫുള്ള് മലയാളത്തിൽ പറഞ്ഞുതരാം. പഠിക്കുക. സെല്ലിന് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ഉണ്ട് അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം പ്രധാനമായിട്ടും സെല്ല് 2 ടൈപ്സ് ഒതുക്കിയ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പാസീവ് ഉണ്ട് അല്ലേ? ശരിയല്ലേ? ആക്റ്റീവും പാസീവ് ഉണ്ട്. ശരിയല്ലേ? ഇനി അറിയേണ്ട കാര്യം, ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസവും പാസീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വ്യത്യാസം എന്താ? ഗുഡ് ഈവനിങ്. ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ.
എല്ലാവരും കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ പുതുക്കിയോ? എല്ലാവരും KNMC രജിസ്ട്രേഷൻ പുതുക്കിയോ? എല്ലാവരും KNMC രജിസ്ട്രേഷൻ പുതുക്കിയോ? എല്ലാവരും പുതുക്കിയോ? എല്ലാവരും KNMC രജിസ്ട്രേഷൻ പുതുക്കിയോ? ആരെങ്കിലും പുതുക്കാത്തുണ്ടോ? ഉണ്ടോ? 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 ഉണ്ടോടെ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പുതുക്ക് കേട്ടോ. സമയമുള്ളപ്പോ പോയി എന്താണ് പുതുക്ക് കേട്ടോ. ഇത് KNMC സർട്ടിഫിക്കറ്റിലെ പുതുക്കി വെക്കുക. അടുത്ത് വരുന്ന എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യണ്ടേ? ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനും പാസീവ് ട്രാൻസ്പോർട്ടേഷനും വ്യത്യാസം എന്താ? ആക്റ്റീവും പാസീവ് വ്യത്യാസം എന്താ? ആക്റ്റീവും പാസീവ് വ്യത്യാസം എന്താ? ചോദ്യം വരുവേ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനും പാസീവ് വ്യത്യാസം എന്താ? എന്താ വ്യത്യാസം? വ്യത്യാസം എന്താ? എന്താ? എന്ന് വ്യത്യാസം എന്താ? ആക്റ്റീവ് ഒന്നും പാസീവ് കേൾക്കുമ്പോൾ എന്താ വ്യത്യാസം എന്താ? ചോദ്യം വരും ഇവിടെ. ആദ്യം പാസീവ് കാണാമോ? ആദ്യം പാസീവ് എന്താ പഠിക്കാം. ഫസ്റ്റ് ആയിട്ട് പാസീവ് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് പഠിക്കാം. ചോദ്യം വരും. എന്താ പാസീവ് പറഞ്ഞാൽ എന്താ? ആർക്കറിയാം? ആരും ഒരു എക്സാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഡിപ്പെൻഡ് അടിയുമ്പോൾ അറിയാമോ? ഇത് ഡിപ്പെൻഡ് അടിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും വലിയ എക്സാമ്പിളാണ്. നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞുതരാം. ഇത് ഡിപ്പെൻഡ് അടിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആസ് എ സ്റ്റാഫ് നേഴ്സ് ഇത് ഡിപ്പെൻഡ് അടിയുമ്പോൾ ഒന്ന് എന്ത് ചെയ്യും? ആസ് എ സ്റ്റാഫ് നേഴ്സ്, ചോദ്യം ഇതൊക്കെ ആയിരിക്കും. ആസ് എ സ്റ്റാഫ് നേഴ്സ് ഇത് ഡിപ്പെൻഡ് അടിയുമ്പോൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരം പറയുക. ഇത് പഠിപ്പിക്കുന്ന എല്ലാ എക്സാം വിളിച്ച് പഠിക്കാം. ആസ് എ സ്റ്റാഫ് നേഴ്സ് ദ ഡിപ്പെൻഡ് അടിയുമ്പോൾ ഒരു പേഷ്യന്റ് വന്നാൽ എന്ത് കൊടുക്കും നിങ്ങൾ? സലൈൻ സോക്ക് ഇട്ടണമെങ്കിൽ സലൈൻ സോക്ക് അല്ലേ? ഇട്ടണമെങ്കിലും സലൈൻ സോക്ക് ഇട്ടണമെങ്കിലും സലൈൻ സോക്കിംഗ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോടെ? കേട്ടിട്ടുണ്ടോ? സലൈൻ സോക്കിംഗ് നിങ്ങൾ കൊടുക്കുന്ന എന്താണ്? ഇത് ഡിപ്പെൻഡ് അടി വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സലൈൻ സോക്കിംഗ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആണോ പാസീവ് ആണോ? നിങ്ങൾ ഇത് ഡിപ്പെൻഡ് അടി വരുമ്പോൾ കൊടുക്കുന്ന സലൈൻ സോക്കിംഗ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആണോ അത് പാസീവ് ട്രാൻസ്പോർട്ടേഷൻ ആണോ? പാസീവ് അല്ലേ? പാസീവ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അർത്ഥം മനസ്സിലാക്കണം. എന്താ സംഭവിക്കും? ഒരു എനർജിയും യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? ഒരു എനർജി യൂസ് ചെയ്യാതെ ഇത് എന്താണ് ഈ പറഞ്ഞ എന്താണ്? ഇത് ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ കൂടിയെടുത്തൊന്നും ഇത് കുറഞ്ഞെടുത്തോട്ട് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ശരിയല്ലേ? സെല്ലിനകത്തുള്ള സെല്ലിന്റെ എക്സ്ട്രാ സെല്ലിൽ നിന്നും എന്താണ് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും അത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തോട്ട് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? കോൺസെൻട്രേഷന്റെ വ്യത്യാസം അനുസരിച്ച് മൂവ്മെന്റ് എടുക്കല് ഒരു എനർജിയും യൂസ് ചെയ്യുന്നില്ല. ഒരു എനർജിയും യൂസ് ചെയ്യാതെ കോൺസെൻട്രേഷന്റെ ഹയറിലും ലോവറിലാണോ ലോവർ ഹൈ ആണോ? ഹയർ ടു ലോവർ ആണോ ലോവർ ടു ഹയർ ആണോ? ഹയർ ടു ലോവറിൽ ഹയറിൽ നിന്നും ഏറ്റവും ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ഏറ്റവും ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഒരു എനർജിയും യൂസ് ചെയ്യാതെ സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റ് വിളിക്കാം പാസീവ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? വെറും ഒരു കോൺസെൻട്രേഷന്റെ വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ? വെറും ഒരു കോൺസെൻട്രേഷന്റെ വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ വേറൊരു എനർജിയും യൂസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് നോട്ട് ദ പാസീവ് അല്ലേ? വെറും ഒരു കോൺസെൻട്രേഷന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു എനർജിയും യൂസ് ചെയ്യാതെയുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം പാസീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. ക്ലിയർ? പാസീവ് ക്ലിയർ ആയി? ഒരു എനർജിയും ഇല്ല, ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഹയർ നിന്ന് ലോവറിലോട്ട് എന്താണ് സബ്സ്റ്റൻസ് മൂവ് ചെയ്ത് വരും അല്ലെ? അത്രയേ ഉള്ളൂ. വേറെ വലിയ കാണാൻ പിടിക്കാൻ ആവശ്യമുണ്ടോ? ഒരു എനർജി യൂസ് ഇല്ല, ഹയർ നിന്ന് ലോവറിലോട്ട് എന്താണ് ഈ പറഞ്ഞ സബ്സ്റ്റൻസ് മൂവ് ചെയ്ത് വരും. അവിടെ നമ്മൾ എന്താണ് ഒരു എനർജിയും യൂസ് ചെയ്യില്ലെങ്കിൽ അത് പാസീവ് ആണ്.
അത് ആക്റ്റീവ് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വെക്കട്ടെ, അവിടെ ഒരു ചെറിയൊരു എനർജി യൂസ് എന്തായിരിക്കും? ആക്റ്റീവ് പഠിക്കുന്ന മുമ്പേ ഞാൻ വീണ്ടും ചോദിക്കാം, ഒരു എനർജി യൂസ് എന്തായിരിക്കും? ഒരു എനർജി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു എനർജി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു എനർജി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ? എല്ലാരും പറയണം. ആക്റ്റീവ്. ആക്റ്റീവ് അല്ലേ? ശരി. സോ നമ്മളുടെ പാസീവ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ സെല്ല് തന്നെ എന്താണ്, കുറെ ക്ലാസ്, സെല്ല്, ടിഷ്യൂ, എപ്പിത്തീലിയലിന്റെ 30 ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓപ്പൺ ആയി പറയാം, ഇപ്പൊ സെല്ല്, ടിഷ്യൂ, എപ്പിത്തീലിയൽ ഏകദേശം 30 ക്ലാസ് ഉണ്ട്. ആലോചിച്ചു എത്ര മാസം പഠി കാണിച്ചു, എത്ര മാസം പഠി കാണിച്ചു. നിങ്ങൾ ഇത് കണ്ടായിരുന്നു? കിട്ടുന്ന ഇത് മാർക്ക് ഉണ്ടായിരുന്നോ? ഇത് ക്വസ്റ്റ്യൻ വെയിറ്റേജ് കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? ഏറ്റവും പുതിയ കണ്ടായിരുന്നോ? അല്ലെങ്കിൽ അനാട്ടമി ഫിസിയോളജി എത്ര മാർക്കാ? 3 മാർക്ക് അല്ലേ? അനാട്ടമി ഫിസിയോളജി 3 മാർക്ക്, സൈക്കോളജി സോഷ്യോളജി 5 മാർക്ക് അല്ലേ? അല്ലേ? അത് മെഡിക്കൽ സർജിക്ക് 20 അല്ലേ? കണ്ടാണെങ്കിലും കണ്ടുകൊണ്ടാണെങ്കിലും യെസ്, കണ്ടു. സോ ഈ പറഞ്ഞത് പാസീവ് തന്നെ, പാസീവ് ട്രാൻസ്പോർട്ടേഷൻ തന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? എക്സാം ചോദ്യം വരും, എക്സാമിൽ എപ്പോഴും ചോദ്യം വരും. പാസീവ് ട്രാൻസ്പോർട്ടേഷൻ പ്രധാനം 3 ടൈപ്പ് ഏതൊക്കെയാ? എക്സാമിൽ ചോദ്യം വരും. ഇത് ചോദ്യം മിക്കവാറും ഇത് റിയൽ സിസ്റ്റം ഇല്ലേ, റിയൽ സിസ്റ്റം കണക്ട് ചെയ്ത് ചോദ്യം കേട്ടോ. എപ്പോഴും റിയൽ സിസ്റ്റം ഒക്കെ ഇല്ലേ, റിയൽ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട ഇത് ചോദ്യം ഇവിടെ വരും. ഏതൊക്കെയാണ് 3 ടൈപ്പ്? ഏതൊക്കെയാ? സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസ് ആണോ? സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസ് അല്ലേ? 3 ടൈപ്പ് ഏതൊക്കെയാ? സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസ് ഉണ്ട് അല്ലേ? സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസ്. ഓരോന്ന് പഠിക്കാമോ? ഓരോന്ന് സെപ്പറേറ്റ് ആയി പഠിക്കാമോ? വിത്ത് ഫുൾ ക്ലിയർ കട്ടായി പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. യെസ്. എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ? എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? അല്ലെ നിങ്ങളെ പണ്ടൊക്കെ ഇല്ലേ ഈ പറഞ്ഞ കോളേജിൽ ഫസ്റ്റ് സെല്ല് പഠിക്കുമ്പോൾ ആ സെല്ലിനകത്ത് അത് എന്തൊക്കെ ഉണ്ട് പഠിക്കും അല്ലേ? അത് എന്തൊക്കെയുണ്ട്, അത് എന്തൊക്കെ പാർട്സ് ഉണ്ട്, എന്തൊക്കെ ഓർഗൻസ് അല്ലേ? ശരി, അതല്ലേ അത് എന്തൊക്കെയുണ്ടെന്ന് പഠിക്കാറുള്ളൂ. പണ്ട് സെല്ല് പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കാറുള്ളൂ. ഫസ്റ്റിലല്ലോ ഇതൊക്കെ ഫസ്റ്റ് പഠിക്കാറുണ്ടോ? ഞാൻ ആദ്യം ഇവിടെ തുടങ്ങുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള എന്താണ് സെൽ ഓർഗൻസ് പോകുന്നത് കേട്ടോ. ആദ്യം ഇതൊക്കെ എക്സാം ചോദ്യമാണ്, പലയിടത്ത് പഠിക്കുന്ന കാര്യമെല്ലാം നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു, അത്രയുള്ള വ്യത്യാസം കേട്ടോ. ഏതാ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയി തന്നെ പഠിക്കണം. ഫസ്റ്റ് പറയുന്ന കാര്യം സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ പേര് കേട്ടപ്പോ അറിയാം. സിമ്പിൾ എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കാര്യം പറഞ്ഞായിരുന്നു. സെല്ലിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റും സെല്ല് പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റും ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റും സെല്ല് പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റും ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സെൽ മെമ്പറയാണോ? സെൽ മെമ്പറയാണോ? പറഞ്ഞില്ല, ഓർമ്മയുണ്ടോ? സെല്ലിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റും സെല്ലിന് പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റ് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? സെൽ മെമ്പറിനാണോ? യെസ് അല്ലേ? ആ. അപ്പൊ 2 ടൈപ്സ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഉണ്ട്. പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. ദ പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കോൺസെൻട്രേഷൻ വ്യത്യാസം കൊണ്ട് മാത്രം ഇത് മൂവ് ചെയ്തതാണോ? ആണോ? കോൺസെൻട്രേഷന്റെ വ്യത്യാസം കൊണ്ട് മാത്രം ഇത് മൂവ് ചെയ്താൽ പാസീവ് ആണോ? ഉത്തരം പറയുക, ഞാൻ ഫുള്ള് പഠിപ്പിക്കും. കോൺസെൻട്രേഷന്റെ വ്യത്യാസം കൊണ്ട് മാത്രം മൂവ് ചെയ്താൽ പാസീവ് അല്ലേ? ഒരു എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? എനർജി ഒന്നും യൂസ് ചെയ്യല്ലേ? അപ്പൊ അതേ എന്താണ് ഈ പറഞ്ഞ പാസീവ് ട്രാൻസ്പോർട്ടേഷൻ 3 ടൈപ്പ് ഉണ്ട്. പാസീവ് ട്രാൻസ്പോർട്ടേഷൻ 3 ടൈപ്പ് ഏതൊക്കെയാ? ഫസ്റ്റ് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ. സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ഡിഫ്യൂഷന്റെ ഇത് ഡെഫിനേഷൻ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും? ഈ പടം വെച്ചറിയാൻ പറയാൻ പറ്റും.
സ്ക്രീനിൽ കാണുന്ന പിക്ചർ വെച്ച് ആർക്ക് പറയാം? സിമ്പിൾ ഡിഫ്യൂഷൻ ആർക്ക് പറയാം? ഈ കാണുന്നത് പിക്ചർ വെച്ചുകൊണ്ട് തന്നെ ആർക്ക് പറയാം? ഈ കാണുന്ന പിക്ചർ വെച്ച് തന്നെ ഇതിന്റെ ഡെഫിനിഷൻ ആർക്ക് പറയാൻ പറ്റും? ഏറ്റവും മുകളിലാവുമ്പോ ഹയർ ആണോ? ഏറ്റവും മുകളിൽ ഹയർ കാണുന്നുണ്ടോ? ആരോ താഴോട്ട് കാണുന്നുണ്ടോ? അവര് മലയാളത്തിൽ പഠിക്കണേ. പടമുണ്ട് നോക്കിയോടെ. ഏറ്റവും മുകളിൽ ഹയർ കോൺസെൻട്രേഷൻ, താഴെ ലോവർ. ആര് നോക്കിയടെ? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഒരു മെറ്റീരിയൽ മൂവ് ചെയ്ത് പറയുന്ന പേരെന്താ? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഒരു മെറ്റീരിയൽ മൂവ് ചെയ്യുന്നതിന് പറഞ്ഞപ്പോ എന്താ? സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലേ? അല്ലേ? അല്ലെ? അവിടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ മൂവ് ചെയ്യുന്നത്? അവിടെ സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ മൂവ് ചെയ്യുന്നത്? സിമ്പിൾ ഡിഫ്യൂഷൻ മൂവ് ചെയ്തത് സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ? അത് ഓർമ്മിക്കണം. സൊല്യൂട്ട് അല്ലേ? ഒരു സൊല്യൂട്ട് അല്ലേ? ഒരു സൊല്യൂട്ട് ഹയർ കോൺസെൻട്രേഷൻ മറക്കരുത്. ഒരു സൊല്യൂട്ട് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോയാൽ സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലേ? 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 പറഞ്ഞു, ഉത്തരം പറഞ്ഞു, പഠിക്കരുത് അല്ലേ? ഉത്തരം ഉത്തരം അപ്പോൾ ഇത് എഡിയമ ഉള്ളപ്പോൾ സലൈൻ സോക്ക് വെക്കുമ്പോഴേ ഇതാണോ സംഭവം? ഹയറിൽ നിന്നും ലോവറിലോട്ട് മൂവ് ചെയ്യുന്നതാണോ സിമ്പിൾ ഡിഫ്യൂഷൻ? ശരിയല്ലേ? നല്ല എഡിമയുള്ള പേഷ്യൻസിന് സലൈൻ സോപ്പ് വെക്കുമ്പോൾ എന്താണ്? സലൈൻ കൂടുതൽ ഭാഗത്ത് സൊല്യൂട്ട് എന്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യല്ലേ? സബ്സ്റ്റൻസ് എപ്പോഴും ഹയർ ടു ലോവർ മൂവ് ചെയ്യില്ലേ? അതല്ലേ സിമ്പിൾ ഡിഫ്യൂഷൻ? ക്ലിയർ? 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 സിമ്പിൾ ഡിഫ്യൂഷൻ വഴി വേറെ എന്ത് മൂവ് ചെയ്യും? സിമ്പിൾ ഡിഫ്യൂഷൻ വഴി വേറെ മൂവ് ചെയ്യണം. അത് ചോദിക്കാറുണ്ട് കേട്ടോ. സിമ്പിൾ ഡിഫ്യൂഷൻ വഴി എന്താണ് പ്രധാനമായിട്ട് മൂവ് ചെയ്തത്? പ്രോട്ടീൻ അല്ലേ? സിമ്പിൾ ഡിഫ്യൂഷൻ വഴി പ്രധാനമായിട്ട് എന്ത് മൂവ് ചെയ്യും? അതൊരു ചോദ്യം. അതൊരു ചോദ്യമാണ്. സിമ്പിൾ ഡിഫ്യൂഷൻ വഴി പ്രധാനമായിട്ട് എന്ത് മൂവ് ചെയ്യും? എന്താ മൂവ് ചെയ്തത്? എന്താ? പ്രോട്ടീൻ ആണോ? ബേസിക്കലി ഏറ്റവും കൂടുതലാട്ടെ ബേസിക്കലി നമ്മുടെ ബോഡിക്കകത്ത് ഏറ്റവും കൂടുതലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പ്രോട്ടീൻ അല്ലേ? ദ പ്രോട്ടീൻ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ഇത് വഴിയാ? സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. എന്താണ്? നമ്മുടെ ബോഡിക്കകത്ത് പ്രോട്ടീനിന്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? പ്രോട്ടീനിന്റെ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. നമുക്കറിയാമല്ലോ. ആരെന്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നവരാ? ആരാ പ്രോട്ടീൻ ഉണ്ടാക്കുന്നവരാ? സെല്ലാണോ? സെല്ലാണോ? ദ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആൾ സെല്ലാണോ? ചോദിക്കട്ടെ. ദ പ്രോട്ടീൻ ബോഡിയിൽ ഉണ്ടാക്കുന്ന സെല്ലാണോ? ആണോ? ബോഡിക്കകത്ത് ദ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സെല്ലാണോ? ആണോ? യെസ്, ആണ്. 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 സെല്ലിനകത്തിൽ എപ്പോഴും ദ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. സെല്ലിനകത്താണ് എപ്പോഴും ദ പ്രോട്ടീൻ ഉണ്ടാകുക അല്ലേ? ശരിയല്ലേ? സെല്ലിനകത്താണ്, മറക്കരുത്. സെല്ലിനകത്താണ് എപ്പോഴും ദ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. സെല്ലിനകത്ത് ഉണ്ടാക്കുന്ന ദ പ്രോട്ടീൻ സെല്ല് പുറത്തേക്ക് വരുന്ന ദ പ്രോസസ് ഏതാ? സിമ്പിൾ ഡിഫ്യൂഷൻ വഴി അല്ലേ? സെല്ലിനകത്ത് ഉണ്ടാക്കുന്ന ദ പ്രോട്ടീൻ സെല്ലിന് പുറത്തേക്ക് വരുന്നത് ഏത് പ്രോസസ് വഴിയാ? അത് ശരി. സെല്ലിനകത്തുണ്ടാക്കുന്ന പ്രോട്ടീൻ എപ്പോഴും സെല്ലിനകത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സെല്ലിനകത്തുണ്ടാക്കിയ പ്രോട്ടീൻ സെല്ല് പുറത്തേക്ക് വരുന്ന പ്രോസസ് ഏതാ? സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ. ക്ലിയർ? ക്ലിയർ? ഫസ്റ്റ് കാര്യം ക്ലിയർ ആക്കാം. ഫസ്റ്റ് പഠിപ്പിച്ച കാര്യം ക്ലിയർ ആക്കാം. ക്ലിയർ ആയിട്ട് ഇനി മറക്കരുത്. ഇത് പ്രോട്ടീന്റെ കാര്യം ഒരിക്കലും മറക്കരുത്. ഇത് പ്രോട്ടീനൊക്കെ എക്സാമിൽ ചോദിക്കാറുണ്ട്. ദ പ്രോട്ടീൻ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും സിമ്പിൾ ഡിഫ്യൂഷനാണ്. അത് ഇത്രയും ക്ലിയർ ആയി. ഇനി ഇതേ സിമ്പിൾ ഡിഫ്യൂഷന്റെ ദ റേറ്റിനെ അഫക്ട് ചെയ്തൊക്കെയാണ് അടുത്ത് പഠിക്കേണ്ട കാര്യം. സിമ്പിൾ ഡിഫ്യൂഷന്റെ ദ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഫാക്ടേഴ്സ് ഏതൊക്കെയാ? സിമ്പിൾ ഡിഫ്യൂഷന്റെ ദ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഏതൊക്കെയുണ്ടായിരിക്കും? സിമ്പിൾ ഡിഫ്യൂഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 3 ഉണ്ട്. ഏതൊക്കെയാ?
അതിൽ ഏറ്റവും വലിയ നിങ്ങൾക്ക് അറിയാം. അതിൽ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. അനുഭവമുണ്ട്, അനുഭവമുള്ള കാര്യമുണ്ട്, അനുഭവമുള്ള കാര്യത്തുണ്ട്. സിമ്പിൾ ഡിഫ്യൂഷന്റെ റേറ്റ് അഫക്ട് ചെയ്തൊക്കെയാ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എടാ, ഈ നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നവരെ ഇത് പറയുമ്പോൾ അത് പഠിക്കണം, ഇത് പറയുമ്പോൾ അത് പഠിക്കണം. നമ്മുടെ ബോഡിക്കകത്ത് പ്രോട്ടീൻ അത് സോറി ലിവർ സ്റ്റോർ ചെയ്യാറുണ്ടോ? ലിവർ സ്റ്റോർ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ലിവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ലിവറിനകത്തുള്ള എല്ലാ പ്രോട്ടീനും വെളിയിൽ പ്രശ്നമല്ലേ? ലിവർ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്ന പറയുമ്പോൾ അവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രോട്ടീനും അത് വെളിയിൽ പൊക്കൂടെ? വെളിയിൽ പൊക്കൂടെ? ചാൻസ് അല്ലേ? യെസ്, ഉണ്ട്. അപ്പൊ അറിയണം എന്തൊക്കെ റേറ്റ് വരും, എന്തൊക്കെ എന്താണ് റേറ്റ് പ്രധാന ഏതൊക്കെയായിരിക്കും? ബേസിക് ഏതാ? ബേസിക്കലി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇല്ലേ? ഫസ്റ്റ് കാര്യം സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നതിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വ്യത്യാസം അനുസരിച്ചല്ലേ എപ്പോഴും സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്ന ഏത് വഴിയാ? എപ്പോഴും ദ മെയിൻ ഫാക്ടർ ഏതൊക്കെ? ഫസ്റ്റ് കാര്യം ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വ്യത്യാസം അനുസരിച്ചല്ലേ? അതൊരു ഫാക്ടർ അല്ലേ? ദ കോൺസെൻട്രേഷന്റെ ഗ്രേഡിയന്റ് അതൊരു ഫാക്ടർ അല്ലേ? അതൊരു ഫാക്ടറാണ്, ശരിയല്ലേ? സെക്കൻഡ് ഫാക്ടർ ഏതാ? സെക്കൻഡ് ഏതാ? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെമ്പറൈൻ. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെമ്പറൈൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെമ്പറൈൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും സെൽ മെമ്പറൈന്റെ തിക്നെസ് എന്ന് പറഞ്ഞൂടെ? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെമ്പറൈൻ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാകാൻ വേണ്ടി ഒരു മെമ്പറൈന്റെ തിക്നെസ് എന്ന് പറഞ്ഞൂടെ? തിക്നെസ് അല്ലേ? 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 അറിയാം, നിങ്ങൾക്ക് അറിയാം. നമ്മൾ ചില മെമ്പറൈൻസിന്റെ തിക്നെസ് കൂടുതലല്ലേ? നമ്മുടെ ബോഡിക്കകത്ത് ചില ഓർഗൻസിന്റെ തിക്നെസ് കൂടുതലല്ലേ? കൂടുതലല്ലേ? അല്ലേ? അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ലിവറിന്റെ തിക്നെസ് കൂടുതലല്ലേ? ഇത് ലിവറിന്റെ എല്ലാ മെമ്പറൈൻസിന്റെ തിക്നെസ് കൂടുതലല്ലേ? കൂടല്ലേ? ആണ്. അപ്പൊ അതും ഫാക്ടറാണ്. അപ്പൊ എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫാക്ടറാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെമ്പറിന്, അതായത് മെമ്പറൈൻസിന്റെ തിക്നെസ്സും ഒരു ഫാക്ടറാണ്. മൂന്നാമത്തെ ഫാക്ടർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ദ ടെമ്പറേച്ചർ. മൂന്നാമത്തെ ചോദ്യം വരും. ദ ടെമ്പറേച്ചർ ഫാക്ടർ ആണോ? ദ ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. സിമ്പിൾ ഡിഫ്യൂഷന്റെ കോൺസെൻട്രേഷനെ ബാധിക്കുന്നത് ടെമ്പറേച്ചർ ഉണ്ടോ? 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 ആ ഏറ്റവും ഒരു എക്സാം അറിയാം. ഒരു ഇൻഫെക്ഷൻ സെല്ലിനകത്തേക്ക് കയറുമ്പോൾ ഇത് പനി വരാറില്ലേ? ഫീവർ വരാറില്ലേ? ഒരു ഇൻഫെക്ഷൻ എന്താണ് സെല്ലിനകത്തേക്ക് എന്താണ് ചോദിക്കാതെ കയറി കഴിഞ്ഞാൽ പനി വരില്ലേ? അതൊരു കാര്യമല്ലേ? അത് എക്സാമ്പിൾ അല്ലേ? അത് അല്ലേ? ശരിയല്ലേ? അല്ലേ? അല്ലേ? ഇൻഫെക്ഷൻ കയറി കഴിഞ്ഞാൽ എന്താ പനി വരാറില്ലേ? അപ്പൊ അതിലെ ഫാക്ടർ അല്ലേ? ശരിയല്ലേ? യെസ്. അപ്പൊ ഈ മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഈ പറയുന്ന മൂന്ന് കാര്യമില്ലേ? ഈ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് സിമ്പിൾ ഡിഫ്യൂഷന്റെ റേറ്റ് ഉള്ളത്. ക്ലിയർ? 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 സിമ്പിൾ ഡിഫ്യൂഷൻ ക്ലിയർ ആയോ? സിമ്പിൾ ഡിഫ്യൂഷൻ ക്ലിയർ ആയോ? വീണ്ടും ഒന്നുകൂടെ പറഞ്ഞുതരാം. എത്ര തവണ പറഞ്ഞുതരാം എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ. വീണ്ടും പറഞ്ഞുതരാം. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ, ഒരു സബ്സ്റ്റൻസോ ഒരു മെറ്റീരിയലോ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഒരു എനർജിയുടെ സഹായം ഇല്ലാതെ പോകുന്നു. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു സബ്സ്റ്റൻസോ ഒരു മെറ്റീരിയലോ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഒരു എനർജിയുടെ സഹായം ഇല്ലാതെ പോയാൽ സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലേ? അല്ലേ? ഇനി അതേ സിമ്പിൾ ഡിഫ്യൂഷന്റെ റേറ്റ് അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? അതേ സിമ്പിൾ ഡിഫ്യൂഷന്റെ റേറ്റ് അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? കോൺസെൻട്രേഷനിൽ വരുന്ന വ്യത്യാസം, ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ മെമ്പറൈൻ തിക്നെസ് ഫാക്ടർ ആണ്, ആൻഡ് ടെമ്പറേച്ചറും ഫാക്ടർ അല്ലേ? അല്ലേ? അല്ലേ?
അറിയാം, ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്, ബോഡിയിൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ ഇത് കൂടില്ലേ അല്ലേ? എന്താണ് ഇൻഫെക്ഷൻ ബോഡി അകത്ത് എത്തിക്കഴിഞ്ഞ് ആ സെല്ലിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് ഇതുകൊണ്ടാണ്. ക്ലിയർ? സിമ്പിൾ ഡിവിഷൻ ക്ലിയർ ആയി? ക്ലിയർ. ഇനി നാലാമത് ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. നാലാമതായിട്ട് ഫാക്ടർ എന്തൊക്കെയായിരിക്കും? ബോഡിക്കകത്തുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് എല്ലാം, ഗ്യാസിന്റെ എക്സ്ചേഞ്ച് ഇല്ലേ, ഗ്യാസിന്റെ എക്സ്ചേഞ്ച് സിമ്പിൾ ഡിഫ്യൂഷൻ പറയില്ലേ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം അല്ലെ? ബോഡിക്കകത്തുള്ള എല്ലാ ഗ്യാസ് എക്സ്ചേഞ്ചിൽ ഗ്യാസിന്റെ എല്ലാം എക്സ്ചേഞ്ച് നടത്തുന്ന സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ആണ്. ക്ലിയർ? 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 സോ ദ നെക്സ്റ്റ് ഇസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സിമ്പിൾ കഴിഞ്ഞു. സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചത് കരുതുന്നുണ്ട്. പഠിച്ചോടെ എല്ലാവരും? സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്തു. എല്ലാവരും ഈ പറഞ്ഞ എയിംസ്, ജിഗ്മർ, RRB അപ്ലൈ ചെയ്തോളില്ല? അപ്ലൈ ചെയ്തോ? അപ്ലൈ ചെയ്തോ? കുറെ പൈസ കയ്യിൽ നിന്ന് പോയോ? കുറെ പൈസ കയ്യിൽ നിന്ന് പോയോ? പോയോ? പൈസ കുറെ കയ്യിൽ നിന്ന് പോയോ? എല്ലാവരും ചോദിക്കട്ടെ, അപ്ലൈ ചെയ്ത ആൾക്കാർ നോക്കട്ടെ, പൈസ കുറെയൊക്കെ പോയോടെ? ഉണ്ടായിരുന്നോ? ചെയ്തില്ലല്ലേ? പൈസ തിരിച്ചു കിട്ടും. പൈസ തിരിച്ചു കിട്ടും. അക്കൗണ്ട് നമ്പർ കറക്റ്റ് കൊടുക്കട്ടെ. അക്കൗണ്ട് നമ്പർ എല്ലാം തെറ്റാതെ കൊടുക്കുക, പൈസ തിരിച്ചു കിട്ടും. സംശയമുണ്ടോ? ഇപ്പൊ എനിക്ക് മെസ്സേജ് കേട്ടോ, ചെയ്യാൻ സംശയമുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് കേട്ടോ. കേട്ടോ? സോ സിമ്പിൾ കഴിഞ്ഞാൽ അടുത്താരാ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സിമ്പിൾ കഴിഞ്ഞാൽ അടുത്താരാ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്തായിരിക്കും ആ ഒരു വാക്കിന്റെ അർത്ഥമേ ആദ്യം പഠിക്കാം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നർത്ഥം എന്താ? അത് ഡിഫ്യൂഷൻ അറിയാം, പക്ഷെ ഫസ്റ്റ് കേട്ടാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അതെന്തായിരിക്കും? അതായിരിക്കും എന്തായിരിക്കും? നേരത്തെ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത്, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത് കോൺസെൻട്രേഷന്റെ ഗ്രേഡിയന്റ് വ്യത്യാസം അനുസരിച്ച് മൂവ്മെന്റ് എപ്പോഴും നടക്കില്ലേ, അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? ഫെസിലിറ്റി എന്തായിരിക്കും? ഫെസിലിറ്റേഷൻ. എന്താ മീനിങ്? അർത്ഥം എന്താ? അർത്ഥം എന്താ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അർത്ഥം എന്താ? അർത്ഥം എന്താ? സിമ്പിൾ കാര്യം. സിമ്പിൾ ഡിഫ്യൂഷനകത്ത് ഒരു പാർട്ടികൾ അകത്തേക്ക് വരണമെങ്കിൽ അത് സിമ്പിൾ വരില്ലായിരുന്നോ? ഒരു സാധനം അകത്തേക്ക് വരികയും പോകും ചെയ്യില്ലായിരുന്നോ? ചെയ്യില്ലായിരുന്നോ? സിമ്പിൾ ഡിഫ്യൂഷനകത്ത് ഒരു പാർട്ടികൾ അകത്തേക്ക് വരികയും പുറത്തേക്ക് ചെയ്യില്ലായിരുന്നോ? പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഒരു സബ്സ്റ്റൻസ് അകത്തേക്ക് വരാൻ വെറുതെ വരാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല. അപ്പൊ എന്ത് വേണം? ഇവിടെ എന്താ നേരത്തെ പറഞ്ഞത്? നേരത്തെ അവിടെ പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യമാണ്. നേരത്തെ അവിടെ എന്താണ്? ഒരു കോൺസെൻട്രേഷന്റെ ഗ്രേഡിയന്റ് വ്യത്യാസം അനുസരിച്ച് നമ്മൾ എന്താ മൂവ്മെന്റ് സബ്സ്റ്റൻസ് വന്നാൽ സിമ്പിൾ ഡിഫ്യൂഷൻ പറഞ്ഞില്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഫെസിലിറ്റി എന്ന് പറയും എന്താണ്? മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസിന് ഒരു കാരിയറിന്റെ ഹെൽപ്പ് വേണം. ഇവിടെ ഇല്ലേ ഫെസിലിറ്റിനകത്ത് മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ് നടക്കണമെങ്കിൽ ഒരു കാരിയർ എപ്പോഴും വേണം. ഒരാൾ കൊണ്ടുപോയി വിടണം. പണ്ട് സ്കൂളിൽ പോകുമ്പോ അച്ഛനും അമ്മയും കൊണ്ട് വിടാറില്ലേ? പണ്ട് സ്കൂളിൽ പോകുമ്പോ അച്ഛനും അമ്മയും ഇത് കൊണ്ടുവിടാറില്ലേ? ഉണ്ടോ? പണ്ട് ഉണ്ടായിരുന്നോ? 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 അതുപോലെ എന്താണ് നിങ്ങൾ മോളിക്യൂൾ എന്താണ് അവിടെ കൊണ്ടുവിടണം. ആ കൊണ്ടുവിടുന്ന ആളുടെ പേരെന്താ? എന്തായിരിക്കും? കാരിയർ മോളിക്യൂൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇവിടെ ആരാ? പ്രോട്ടീൻസ്. ചോദ്യം വരും, ഇവിടെ കാരിയർ മോളിക്യൂൾ വർക്ക് ചെയ്യുന്ന പ്രോട്ടീൻസ് അല്ലേ? നിങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ട് വരുന്നവരാ? എന്താ? അച്ഛനമ്മയായിരിക്കില്ലേ? അതുപോലെ തന്നെ മോളിക്യൂൾസ് ആയിട്ട് കാരിയർ മോളിക്യൂൾ വർക്ക് ചെയ്യുന്ന ആരാ? പ്രോട്ടീൻസ് ആട്ടോ. പ്രോട്ടീൻസ് ഇല്ലേ? ഇവിടെ ഒരു സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റ് എപ്പോഴും അകത്തേക്ക് പോകാനും അത് പുറത്തേക്ക് വരാനും സാധിക്കുന്നവരാ? പ്രോട്ടീൻസ് ആണ്. മറക്കരുത്. കിട്ടിയോടെ? സിമ്പിളാ കാര്യം.
ഒരു സാധനം സെല്ലിനകത്തേക്ക് കയറി പോകണം. പക്ഷെ ഒറ്റയ്ക്ക് കയറിപ്പോകാൻ പറ്റില്ല. ഒരു സാധനത്തിൽ സെല്ലിനകത്തേക്ക് പോകണം, പക്ഷെ അതിന് ഒറ്റയ്ക്ക് കയറിപ്പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ദ കാരിയർ മോളിക്യൂൾ ആയിട്ട് ദ പ്രോട്ടീൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? മറക്കരുത്, ഇത് പ്രോട്ടീൻ എപ്പോഴും എന്താണ് ഫെസിലിറ്റേറ്റിനകത്ത് എന്താണ് ഇത് ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത്. ക്ലിയർ? ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായോ? ക്ലിയർ ആയോടെ? അപ്പോൾ ഫെസിലിറ്റേറ്റ് എന്ത് ചെയ്യും? ഒരു കാരിയർ മോളിക്യൂൾ ഉള്ള ഡിഫ്യൂഷൻ അല്ലേ? ഫെസിലിറ്റേറ്റിനകത്ത് എപ്പോഴും ഒരു കാരിയർ മോളിക്യൂൾ ഉറപ്പായും ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ നടക്കുകയുള്ളൂ അല്ലേ? ഒരാൾ കൊണ്ടുപോകാനും വിളിച്ചുകൊണ്ട് വരാനും ഒരാൾ ഇപ്പോഴും അങ്ങനെ ഉണ്ടോ അവിടെ? ഇപ്പോഴും ജോലി കഴിയുമ്പോൾ ഇത് വിളിച്ചുകൊണ്ട് വരാനും കൊണ്ടുവിടാനും ഉണ്ടോ? ഹസ്ബൻഡ് കൊണ്ടുവിടാറുണ്ടോ നിങ്ങളെ? ഇപ്പോഴും ഉണ്ടല്ലേ? അല്ലേ? ഇത് പ്രോട്ടീൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് ഉണ്ടല്ലോ അവിടെ, ഉണ്ടല്ലോ, ഉണ്ടോ? പറഞ്ഞേ. കൊണ്ടുപോകാനും കാരിയർ മോളിക്യൂളായിട്ട് കൊണ്ടുവിടാനും വിളിച്ചുകൊണ്ട് വരാറുണ്ടല്ലോ, ഹസ്ബൻഡ് ഉണ്ടല്ലോ. അത്രേ ഉള്ളു കാര്യം. അത് മാത്രം എക്സാം ഓർമ്മ വെച്ച കേട്ടോ. ക്ലിയർ? അപ്പൊ എക്സാം ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ കേൾക്കുമ്പോ എന്ത് ഓർമ്മ വരും? ഒരു മോളിക്യൂൾ വേണം അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനും സാധിക്കുള്ളൂ അല്ലേ? ഒരു സബ്സ്റ്റൻസിന് അകത്ത് പോകാനും അതിന് പുറത്ത് വരണമെങ്കിലും എപ്പോഴും ഒരു പ്രോട്ടീന്റെ സഹായം മസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. ക്ലിയർ? വീണ്ടും ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാം ചോദിക്കാറുണ്ട്. നമ്മുടെ ബോഡിക്കകത്ത് ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ നടക്കുന്നത് എവിടേക്കാ? എപ്പോഴും എക്സാം ചോദ്യം വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബോഡിക്കകത്ത് ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ നടക്കുന്ന എവിടേക്കാ? എക്സാമ്പിൾ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ നടക്കും കഴിഞ്ഞ എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാം ഇത് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണോ, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ വഴിയാണോ, ഓസ്മോസിസ് വഴിയാണോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണോ? ഞാൻ ആദ്യ ചോദ്യം പറഞ്ഞുതരാം. കഴിഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു, അബ്സോർപ്ഷൻ ഓഫ് ദ ഗ്ലൂക്കോസ് ബൈ ആരാ? സിമ്പിൾ ഡിഫ്യൂഷൻ ആണോ, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ ആണോ, ഓസ്മോസ് ആണോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ? ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? ഏത് വഴിയാ എക്സാം ചോദ്യം വരുന്നത്? ഉത്തരം ആർക്ക് പറയാം? അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ബൈ ഏത് മെത്തേഡാ? സിമ്പിൾ ഡിഫ്യൂഷൻ ആണോ, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ ആണോ, ഓസ്മോസ് ആണോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആണോ? എങ്കിൽ അത് പഠിക്കണ്ടേ? എക്സാമ്പിൾ പഠിക്കണ്ടേ? നമ്മുടെ ബോഡിയിൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാ? ബോഡി എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാ? ഇത് ഗ്ലൂക്കോസിനെയാണോ? ആണോ? ആരെയാണ്? ബോഡി എനർജി ആയി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാ? ഗ്ലൂക്കോസ് അല്ലേ? ആണ്. ആ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലം എവിടെയാ? ബോഡിക്കകത്ത് എവിടെയാ? ബോഡിക്കകത്ത് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ എവിടെ നടക്കും? സ്മാൾ ഇൻഡസ്ട്രി ശരിയല്ലേ? ബോഡിക്കകത്ത് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ എവിടെ നടക്കുന്നത്? നമ്മുടെ ബോഡിക്കകത്ത് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ എവിടെയാ? സ്മാൾ ഇൻഡസ്ട്രി അല്ലേ? സ്മാൾ ഇൻഡസ്ട്രിയിൽ വെച്ചാണ് കഴിക്കുന്ന ഫുഡിന്റെ ഗ്ലൂക്കോസ് മൊത്തം അബ്സോർവ് ചെയ്യുന്നതല്ലേ? സ്മാൾ ഇൻഡസ്ട്രിയിൽ വെച്ചാണ് കഴിക്കുന്ന ഫുഡിന്റെ കംപ്ലീറ്റ് ഗ്ലൂക്കോസ് എല്ലാം അബ്സോർപ്ഷൻ ചെയ്യുന്നത് ഏത് ഡിഫ്യൂഷൻ വഴിയാണ്? അതും ചോദ്യമാണ്. ഫുഡ് കഴിക്കുന്നു, സ്മാൾ ഇൻഡസ്ട്രി എത്തി, അവിടെ വെച്ച് കഴിക്കുന്ന ഫുഡിന്റെ ഗ്ലൂക്കോസ് മൊത്തം അബ്സോർവ് ചെയ്യുന്ന പ്രോസസ് ഏതാ? ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ അല്ലേ? ഫെസിലിറ്റി അല്ലേ? കഴിച്ച ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. കഴിച്ചോ അല്ലേ? അപ്പൊ സ്മാൾ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നു? കഴിക്കുന്ന ഫുഡിന്റെ ഗ്ലൂക്കോസ് മൊത്തം അബ്സോർപ്ഷൻ ചെയ്യുന്ന ആരാ? സ്മാൾ ഇൻഡസ്ട്രി അല്ലേ? ആ മെത്തേഡ് ഏതാ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ക്ലിയർ? ബോഡിയുടെ എനർജി അവിടെ നിലനിർത്തുന്ന ആരാ? ഗ്ലൂക്കോസ് അല്ലേ? ബോഡിയുടെ എനർജി അവിടെ നിലനിർത്തുന്ന ആരാ? ഗ്ലൂക്കോസ് അല്ലേ? നിങ്ങളുടെ ബോഡിയുടെ എനർജി അവിടെ നിലനിർത്തുന്ന ആരാ? ഗ്ലൂക്കോസ് അല്ലേ? ആ ഗ്ലൂക്കോസിനെ അബ്സോർപ്ഷൻ നടക്കുന്ന മെത്തേഡ് ഏതാ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന
പ്രോസസ് വഴിയാണ് നടക്കുന്നത്. ക്ലിയർ 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 ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് ഇതൊക്കെ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? സിമ്പിൾ ഡിഫ്യൂഷൻ പഠിച്ചു, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ പഠിച്ചു. അടുത്ത തരാടെ സിമ്പിളും ഫെസിലിറ്റേറ്റ് അടുത്ത തരാം. ഓസ്മോസ് മൂവാത്തര ഓസ്മോസ് അല്ലെ ഓസ്മോസിസ്. ഓസ്മോസിസ് എന്താ? ഓസ്മോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്മോസിസ് ഇത് പാസീവ് മൂന്ന് ടൈപ്പിൽ ഓർമ്മയുണ്ടോ? പാസീവിന്റെ മൂന്ന് ടൈപ്പിൽ ഇത് പാസീവ് ട്രാൻസ്പോർട്ടേഷന്റെ മൂന്ന് ടൈപ്പിൽ ഇത് പാസീവിന് ഫസ്റ്റ് രണ്ടും പഠിച്ചല്ലോ. പാസീവിന് ഫസ്റ്റ് 2 ടൈപ്സ് പഠിച്ചല്ലേ. ഇനി പാസീവിനകത്ത് വരുന്ന മൂന്നാമത്തെ ആളാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. എന്താ ഓസ്മോസ്? എന്താ? എന്താണ് ഓസ്മോസിസ്? എന്താണ് ഓസ്മോസിസ്? എന്താണ് ഓസ്മോസിസ്? എന്താണ് ഓസ്മോസ് പറയുന്നത്? ഈ ഒരു പടം വച്ചനെ പറയാം. ഈ ഒരു പടം വച്ചനെ പറയാം. പറഞ്ഞേ. ഓസ്മോസ് പറയുന്നത് എന്താ? ഫസ്റ്റ് പറഞ്ഞ സിംഗിൾ ഡിഫ്യൂഷനും ആണ് ഫെസിലിറ്റേറ്റ് എപ്പോഴും ബോഡിക്കകത്തുള്ള ഫാറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണം, ലിപ്പിഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ടോ? സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റ് എല്ലാം എന്താ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്? ലിപ്പിഡ്സ് അല്ലേ? ലിപ്പിഡ്സ് അല്ലേ? ലിപ്പിഡ്സ് അല്ലേ? അല്ലേ? ലിപ്പിഡ്സ് ചെയ്യാറില്ലേ ഏറ്റവും പ്രധാനമായിട്ട്? ലിപ്പിഡ്സ് അല്ലേ? പക്ഷെ ഓസ്മോസിലോട്ട് വരുമ്പോൾ ലിപ്പിഡ്സ് ആണോ അത് വാട്ടർ ആണോ? ഓസ്മോസിലോട്ട് വരുമ്പോൾ ലിപ്പിഡ്സ് ആണോ വാട്ടർ ആണോ? വാട്ടർ അല്ലേ? ഓസ്മോസിലെത്തുമ്പോൾ എന്തായിരിക്കും വാട്ടറിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്? ഓസ്മോസ് കേൾക്കുമ്പോൾ തന്നെ എപ്പോഴും എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? അതെ, ഓസ്മോസ് എപ്പോഴും എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? 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 പറഞ്ഞു ഓസ്മോസ് എന്താ? ഓസ്മോസ് സിംപിളി ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ അല്ലേ? അല്ലേ? വീണ്ടും ചോദ്യം, ഓസ്മോസ് പറഞ്ഞാൽ സോൾവെന്റ് ആണോ സൊല്യൂട്ട് ആണോ? വാട്ടർ എന്ന് പറയുമ്പോൾ സോൾവെന്റ് ആണോ സൊല്യൂട്ട് ആണോ? അവിടെ ഇന്ന് പ്രോട്ടീൻ അല്ല, വാട്ടർ ആണ്. സോൾവെന്റ് ആണോ സൊല്യൂട്ട് ആണോ? സോൾവെന്റ് അല്ലേ? ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോൾവെന്റ്, വാട്ടർ അല്ലേ? വാട്ടറെ കുറിച്ചല്ലേ പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ സോൾവെന്റ് ആണ്, വാട്ടറിനെ കുറിച്ച് മാത്രമാണ് ഓസ്മോസ് എന്നല്ലേ. വാട്ടർ ഒരു സെമി പെർമിയബിൾ മെമ്പറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നല്ലേ ഓസ്മോസിസ് അല്ലേ? 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 യെസ്. ക്ലിയർ? നമ്മുടെ ബോഡിക്കകത്തെ ഇപ്പൊ ഏതെങ്കിലും സെല്ലിനകത്ത് വാട്ടർ കൂടി എന്ന് കഴിഞ്ഞാൽ അതിന് ബാലൻസ് ചെയ്യുന്ന പ്രോസസിന്റെ പേരെന്താ? ബോഡിക്കകത്ത് ഏതെങ്കിലും ഭാഗത്ത് വാട്ടർ കൂടി നിന്ന് കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്യുന്ന പ്രോസസ് ഓസ്മോസ് അല്ലേ? ഓസ്മോസ് അല്ലേ? ഇപ്പൊ ബോഡിക്കകത്ത് എവിടെയെങ്കിലും വാട്ടർ കെട്ടി നിൽക്കുകയാണെങ്കിൽ അറിയായിരിക്കുമല്ലോ, ബോഡിക്കകത്ത് എവിടെയെങ്കിലും വാട്ടർ അവിടെ കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് എന്താണ്? അതിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? ഓസ്മോസ് അല്ലേ? യെസ്. അപ്പൊ എല്ലാവർക്കും പാസീവ് ട്രാൻസ്പോർട്ടേഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്സും ക്ലിയർ ആയി. പാസീവ് ട്രാൻസ്പോർട്ടേഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്സും ക്ലിയർ ആയി. കിട്ടിയോ? അപ്പോ ഒരു എനർജിയും യൂസ് ചെയ്യാതുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? ഒരു എനർജിയും യൂസ് ചെയ്തുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? പാസീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. പഠിച്ചോ? പഠിച്ചോ? So the next you're going to go active transportation mechanism. എല്ലാവരും ചാപ്റ്റർ എടുക്കുക. എല്ലാം ഞാൻ ഒരു ചാപ്റ്റർ ഡിവൈഡ് പഠിപ്പിക്കും കേട്ടോ. അതാകുമ്പോൾ അതിൽ ഈസി അല്ല, എല്ലാവരും മിക്സ് ചെയ്ത് പഠിപ്പിക്കാൻ പാടില്ല. ഓരോന്നും സ്റ്റോപ്പ് ബൈ സ്റ്റോപ്പ് പഠിക്കും. സ്റ്റോപ്പ് ഇട്ട് അത് ഇതാണ്. അത് കഴിഞ്ഞ് പാസീവ് കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാ? ആക്റ്റീവ് അല്ലേ? ഒരു 5 minutes ബ്രേക്ക് തരട്ടെ, 5 minute ബ്രേക്ക് തരാം. ഓടിപ്പോയിട്ട് ഓടിക്കുക. ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടായിരിക്കും, അതുപോലെ പഠിക്കുക. അടുത്ത സെക്ഷൻ കറക്റ്റ് 10:25, 4 minute ബ്രേക്ക്, 4 minute ബ്രേക്ക്. ഓക്കെ,
സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാമോ? പാസീവ് കഴിഞ്ഞു, പാസീവ് കംപ്ലീറ്റ് കഴിഞ്ഞു. പാസീവ് ക്ലിയർ ആയല്ലോടെ? ക്ലിയർ, എല്ലാവരും ക്ലിയർ ആയി? ക്ലിയർ? യെസ്, സ്റ്റാർട്ട് ചെയ്യാം സാർ. എന്തോ പറയുന്നു എന്താണ്? നിങ്ങൾ തിങ്കൾ മുതൽ ശനി വരെ പഠിക്കുന്ന കാര്യത്തിന്റെ നോട്ടിന്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും എനിക്ക് ഫോട്ടോ എടുത്ത് എല്ലാവരും അയക്കണം. കേട്ടോ? കേട്ടോ? ഇന്ന് തൊട്ട് എല്ലാ തിങ്കളാഴ്ച തൊട്ട് ഇപ്പൊ ശനിയാഴ്ച വരെ ഒരാഴ്ചയിൽ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ പഠിക്കുന്ന കാര്യത്തിൽ നോട്ട് ഫസ്റ്റ് പേജും അവസാന പേജും മാത്രം, ഫസ്റ്റ് അവസരം മാത്രം. ഓക്കെ, ഫസ്റ്റ് പേജിന്റെ ഫസ്റ്റ് പേപ്പറിന്റെ ഫോട്ടോയും അവസാന പേജിന്റെ ഫോട്ടോയും എനിക്ക് എടുത്ത് എല്ലാവരും അയക്കണം. കേട്ടോ? കാരണം എനിക്ക് അവിടെ ഉറപ്പ് വരുത്തുന്നത് നോട്ട് എഴുതുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ളത് കൊണ്ടാണ്. കേട്ടോ? കേൾക്കുന്നുണ്ടോ? എല്ലാരും കേട്ടോ? എല്ലാവരും ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ? കാരണം ആ എഴുതുന്ന നോട്ട് ലാസ്റ്റ് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. എഴുതുന്ന നോട്ട് ലാസ്റ്റ് വളരെയധികം യൂസ്, കാരണം നമ്മൾ എഴുതുമ്പോ എന്താണ് നല്ല ഇത് ക്ലിയർ ആയിട്ട് എഴുതും കേട്ടോ. അല്ലാതെ ഒരു പേജ് മടക്കി എഴുതുക കേട്ടോ. ഒരു പേജ് അതിന് മടക്കി വെച്ച് എഴുതരുത് കേട്ടോ. കേട്ടോ? സെന്ററിൽ ഇപ്പുറത്ത് അങ്ങനെ എഴുതരുത്. ഒരു പേപ്പർ ഫുള്ളായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ റെഡ് മാർക്ക്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക് എല്ലാം ഉപയോഗിച്ച് ഓരോ പോയിന്റ് മാർക്ക് ചെയ്ത് ആദ്യം തൊട്ട് തന്നെ ഫസ്റ്റ് സെല്ല് തൊട്ട് തന്നെ നോട്ട് എഴുതി പോകണം കേട്ടോ. അത് എപ്പോഴും നോട്ട് കയ്യിൽ അത്യാവശ്യം, കാരണം എക്സാമിന്റെ ലാസ്റ്റ് ഡേ ആകുമ്പോൾ നിങ്ങൾ ഫോൺ കംപ്ലൈന്റ് ആയി എന്ത് ചെയ്യും? തകർന്നു പോയില്ലേ? ഇപ്പൊ തകർന്നു പോയില്ലേ? എല്ലാ ഫോണിനകത്തുണ്ടായിരുന്നു. ഫോൺ അനുഭവം ഫോൺ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അവിടെ എല്ലാം പോയില്ലേ? അതുകൊണ്ട് ആദ്യം തന്നെ എന്താണ്, എല്ലാ നോട്ട്സ് ഫസ്റ്റ് ഉടനെ എഴുതി പോകണം. എന്നിട്ട് എനിക്ക് ഫോട്ടോ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ക്ലാസ് നോട്ട് സാറ്റർഡേ എനിക്ക് PDF ആയിട്ടോ ഫോട്ടോ ആയിട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ. എല്ലാം മാർക്ക് ചെയ്ത് എഴുതുമായിരിക്കുമല്ലോ. റെഡ് മാർക്ക് യൂസ് ചെയ്യുമല്ലോ, റെഡും ബ്ലാക്കും ഗ്രീനും യൂസ് ചെയ്യോ? ചെയ്യുമല്ലോ, മിസ് ഓർമ്മ ചെയ്യും. എല്ലാരും ചെയ്യും. എല്ലാവരും എവിടെ ചെയ്യോ? അതിനിടയ്ക്ക് വരുന്ന എന്താണ് അത് പറയാം. ബാക്കി ഈ പറഞ്ഞ ജിഗ്മർ എയിംസ് ഒക്കെ അപ്ലൈ ചെയ്തില്ലേ, അവർക്ക് ഞാൻ കുറച്ച് സ്പെഷ്യൽ ക്ലാസ് തരാം കേട്ടോ. സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ, സ്പെഷ്യൽ ക്ലാസ് തരാം കേട്ടോ. കേട്ടോ? അതിന് വേറെ ഈ ഫീസ് ഒന്നും അടച്ച് വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. വേറെ എക്സ്ട്രാ പറഞ്ഞ പാക്കേജ് സെൽഫിന്റെ ആവശ്യമില്ല. ഞാൻ തന്നെ അത് പറഞ്ഞു കേട്ടോ. ഞാൻ തന്നെ അത് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? അത് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലോട്ട് ആഡ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. പാസീവ് കഴിഞ്ഞല്ലേ? പാസീവ് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. പാസീവ് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്ത ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. സിമ്പിളായി പഠിക്കാം. നേരത്തെ പാസീവ് പറഞ്ഞു തന്ന ആക്റ്റീവ് ഒരു വ്യത്യാസം എന്തായിരിക്കും? ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുമ്പോൾ നേരത്തെ പാസീവ് പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യാസം ആർക്കുറയാം? ആർക്കുറയാം? ഒരൊറ്റ വ്യത്യാസം. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ വ്യത്യാസം എന്താ? ഒരു മെയിൻ വ്യത്യാസം. അനുഷ, നീതു, ഒറ്റ വ്യത്യാസം എന്താ? ഇത് എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനകത്ത് സിമ്പിളായി പഠിക്കാം. എനർജി യൂസ് ചെയ്തുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ആലോചിച്ച് പറഞ്ഞു. ഇതിന്റെ പാസീവ് എനർജി ഉണ്ടായിരുന്നോ? പാസീവ് എനർജി ഉണ്ടായിരുന്നോ? പാസീവ് ട്രാൻസ്പോർട്ടേഷനകത്ത് എനർജി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല.
ചോദ്യം അത് പാസീവിനകത്ത് എനർജി യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ആക്റ്റീവിനകത്ത് ഉണ്ടോ? ഉണ്ട്, അല്ലേ? ആക്റ്റീവിനകത്ത് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ചോദ്യം അത് പാസീവ് ട്രാൻസ്പോർട്ടേഷനകത്ത് പഠിച്ചപ്പോൾ എനർജി ഒന്നും യൂസ് ചെയ്യാത്ത ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? പാസീവ് എന്ന് പറയുമ്പോൾ ഒരു എനർജിയും യൂസ് ചെയ്യാത്ത ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? വളരെ വ്യക്തമായി പഠിക്കുക. പാസീവ് എന്ന് പറയുമ്പോൾ ഒരു എനർജിയും യൂസ് ചെയ്യാത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ആണോ അല്ലയോ? അതിലെ പാസീവ് അല്ലേ? പാസീവ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു എനർജി യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നേരെ ആക്റ്റീവിലോട്ട് വരുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്തായിരിക്കും? എനർജി വേണോ വേണ്ടേ? പാസീവിനകത്ത് വേണ്ട, പക്ഷെ ആക്റ്റീവിനകത്ത് എനർജി വേണോ വേണ്ടേ? വേണം, വേണ്ടേ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനകത്ത് എനർജി വേണോ വേണ്ടേ? വേണം, വേണ്ടേ? വേണം, വേണ്ടേ? വേണോ? ഒരു സബ്സ്റ്റൻസ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നോ കുറഞ്ഞ ഭാഗത്തു നിന്നോ മൂവ് ചെയ്യണമെങ്കിലേ, ഒരു സബ്സ്റ്റൻസ് അത് കൂടിയ ഭാഗത്ത് കുറഞ്ഞ ഭാഗത്ത് മൂവ് ചെയ്യണമെങ്കിലേ എനർജി വേണ്ടേ? എനർജി വേണ്ടേ? എനർജി വേണ്ടേ? എനർജി വേണ്ടേ? പക്ഷെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഹയർ ടു ലോവർ ആണോ, ലോവർ ടു ഹയർ ആണോ? ഒരു കല്ലെടുക്കുക, ഒരു കല്ല് അത് മുകളിലോട്ട് തള്ളി കയറ്റണമെങ്കിൽ എനർജി വേണം. ലോവർ ടു ഹയറിലോട്ട്, ലോവർ ടു ഹയറിലോട്ട് ഒരു കല്ല് ഉരുട്ടി ഉരുട്ടി മുകളിലോട്ട് കയറണമെങ്കിൽ എനർജി വേണ്ടേ? ലോവർ ടു ഹയറിലോട്ട് മറക്കരുത്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ലോവർ ടു ഹയറിലോട്ട് ഒരു സബ്സ്റ്റൻസ് തള്ളിക്കയറ്റണമെങ്കിൽ എനർജി വേണം, വേണ്ടേ? വേണം, വേണ്ടേ? അല്ലേ? അപ്പൊ ഇവിടുത്തെ സബ്സ്റ്റൻസ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? സബ്സ്റ്റൻസ് മൂവ് എങ്ങനെ? ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ അല്ലേ? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ. ശരിയല്ലേ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സബ്സ്റ്റൻസ് എപ്പോഴും ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ലോവറിൽ നിന്നും താഴെ നിന്നും മുകളിലോട്ട് പോകണമെങ്കിൽ എന്താണ്? എനർജി വേണ്ടേ? ഒരു കല്ല് മുകളിലോട്ട് ഉരുട്ടി കൊണ്ടുപോകണമെങ്കിൽ എനർജി വേണ്ടേ? 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 എനർജി വേണ്ടേ? നിങ്ങൾ എന്താണ് ഒരു കല്ലിനെ എന്താണ് കല്ല് വേണ്ട വീട്ടിൽ എന്തായാലും മതി, എന്താ തള്ളി മാറ്റണമെങ്കിലേ, ഫോർ എക്സാമ്പിൾ ഇത് അലമാര മാറ്റണമെങ്കിലോ ഇത് കട്ടിൽ മാറ്റണമെങ്കിലോ ആരെ ഒരു സ്ഥലത്തു നിന്നും ആ സ്ഥലത്ത് മാറ്റണമെങ്കിൽ എനർജി വേണ്ടേ? എനർജി മസ്റ്റ് ആയിട്ട് വേണം, അല്ലേ? വേണ്ടേ? 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 വേണം. വ്യത്യാസം മനസ്സിലായോ? ആക്റ്റീവും പാസീവ് വ്യത്യാസം മനസ്സിലായോ? ആക്റ്റീവ് ആണ് എന്തായിരിക്കും? ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലോട്ട് ഒരു സബ്സ്റ്റൻസ് മൂവ് ചെയ്യണമെങ്കിൽ എനർജി വേണം. പാസീവ് എന്തായിരുന്നു? ഹയറിൽ നിന്ന് ലോവറിലോട്ടല്ലേ? പാസീവ് എന്തായിരുന്നു? ഹയറിൽ നിന്ന് ലോവറിലോട്ടല്ലേ? പക്ഷെ അവിടെ വേറൊരു സപ്പോർട്ട് ഓഫ് എനർജി ഒന്നും നമുക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഒരു സപ്പോർട്ട് ഒന്നും അവിടെ ആവശ്യമില്ല. പക്ഷെ ആക്റ്റീവ് ആണെങ്കിൽ എന്താണ്? മസ്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഓഫ് എനർജി മസ്റ്റ് ആയിട്ട് വേണം. എത്ര ടൈപ്സ് ഓഫ് ആക്റ്റീവ് ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്? പ്രധാനമായിട്ട് രണ്ട് ടൈപ്സ് ഉണ്ട്. പ്രധാനമായിട്ട് രണ്ട് ടൈപ്സ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? രണ്ട് ടൈപ്സ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുന്നത് ചോദ്യം വരും. ഫസ്റ്റ് വൺ ഇസ് ദ പ്രൈമറി ആക്റ്റീവ്. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്, വെള്ളം കുടിച്ചോട്ടെ ഒരു മിനിറ്റ്, ഒന്ന് വെള്ളം കുടിച്ചോട്ടെ.
സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. വെള്ളം കുടിക്കാൻ പോയത്, വെള്ളം കുടിക്കാൻ പോയപ്പോ എന്താണ് വെള്ളം കുടിച്ചിരുന്നത്, വെള്ളം കുടിച്ചിരുന്നതാണ്. ഇത്രയും ക്ലിയർ എല്ലാവർക്കും? ആക്റ്റീവ് പാസ് വ്യത്യാസം മനസ്സിലാക്കും, മനസ്സിലായോ? സോ ഇനി പഠിക്കേണ്ട കാര്യം ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എത്ര ടൈപ്സ് ഉണ്ട്. ഇനി പഠിക്കേണ്ട കാര്യം ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, 2 ടൈപ്സ് അല്ലേ, 2 ടൈപ്സ് അല്ലേ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ പ്രധാനമായിട്ട് 2 ടൈപ്സ് ഉണ്ട്. രണ്ടില്ലേ, രണ്ടില്ലേ, രണ്ടില്ലേ? പേരെന്താ അറിയാൻ അറിയില്ല, എവിടെയെങ്കിലും വേറെ അറിയില്ല, പേരറിയാമോ? അത് മുമ്പാട്ടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്തായിരുന്നു ഒന്ന് ഓർമ്മിച്ചേ. ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇത് എഗെയിൻസ്റ്റ് മൂല്യം അല്ലേ, അല്ലേ, അല്ലേ? ഒരു കല്ല് ഇത് മുകളിലോട്ട് തള്ളിക്കയറ്റണമെങ്കിൽ അവിടെ ഒരു എനർജി വേണ്ടേ, എനർജി വേണ്ടേ? പക്ഷെ പാസീവ് ആണെങ്കിൽ അവിടെ ഒരു എനർജി ആവശ്യമുണ്ട്, ഇല്ലല്ലോ, ഇല്ലല്ലോ. പാസീവ് ആണെങ്കിൽ അവിടെ ഒരു എനർജി ആവശ്യമില്ല, വെറും ഒരു കോൺസെൻട്രേഷൻ വ്യത്യാസം അനുസരിച്ച് എപ്പോഴും പാസീവ് ആണ്, അല്ലേ? പക്ഷെ ആക്റ്റീവ് ആണെങ്കിൽ എന്താണ്, അത് മുകളിലോട്ട് പോകണമെങ്കിൽ എന്താണ് ഒരു എനർജി ആവശ്യം മസ്റ്റ് ആയിട്ട് വേണ്ടേ, വേണമല്ലോ, വേണമല്ലോ, വേണമല്ലോ. എത്ര ടൈപ്സ് ഉണ്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ? പ്രധാന എത്ര ടൈപ്സ് ഉണ്ട്? ആ 2 ടൈപ്സ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചോദ്യം വരും. ആ 2 ടൈപ്സ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ പ്രധാനമായിട്ടുള്ള ഏതൊക്കെയാ? ഒന്ന് ദ പ്രൈമറി, സെക്കൻഡറി, അല്ലേ? അല്ലെ, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, സെക്കൻഡറി ഇല്ലേ, ഇല്ലേ, ഇല്ലേ? യെസ് ഉണ്ട്. എന്താണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? എന്താ അത്? എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അറിയാമായിരിക്കും. സോഡിയം പൊട്ടാസ്യം പമ്പ് എവിടെ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ജോലി ചെയ്ത സ്ഥലത്ത് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നോ എവിടെ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ആരെങ്കിലും? സോഡിയം പൊട്ടാസ്യം പമ്പ്, സോഡിയം പൊട്ടാസ്യം പമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും, കേട്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഉണ്ട്? ഇത് ആക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയ ഫസ്റ്റ് കാര്യം എന്താ? അവിടെ എനർജി ആവശ്യമുണ്ടോ? ആക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിൽ ഓടി വേണ്ട കാര്യം എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? എനർജി ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. എനർജി ആവശ്യമുണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് ടൈപ്പ് ആണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ. പ്രൈമറി എന്ന് പറയുമ്പോഴേ ഇവിടെ എനർജി വേണോ? ഇവിടെ എനർജി നമുക്ക് എവിടെ നിന്നിട്ട്? ഈ പറഞ്ഞ ഇത് പുറത്തുനിന്നല്ല, അപ്പൊ ബോഡിക്കകത്ത് കിട്ടും. എവിടെ നിന്നിട്ടും? ഇത് ATP അല്ലേ, അല്ലേ? മെറ്റബോളിസം കഴിഞ്ഞ് വരുന്ന ATP യൂസ് ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ ഏതാ? ബോഡിക്കകത്ത് കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള എന്താണ് ഇത്? മെറ്റബോളിസം കഴിഞ്ഞ് ATP വഴിയുള്ള ATP യൂസ് ചെയ്തുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? ഏതാ? പ്രൈമറി ആക്റ്റീവ് അല്ലേ, 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 അല്ലേ? മെറ്റബോളിസം കഴിഞ്ഞു വരുന്ന ATP യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റബോളിസം കഴിഞ്ഞ ശേഷം വരുന്നത് ATP അറിയാമല്ലോ, ATP അറിയാലോ, ATP എന്നറിയാലോ, അറിയാലോ, അറിയാലോ ATP എന്താണ്? എന്ത് പേരെന്താ? എന്റെ ഫുൾ നെയിം എന്താ? ATP ഫുൾ നെയിം എന്താ? ATP ഫുൾ നെയിം എന്താ? ATP ഫുൾ നെയിം എന്താ? ആർക്കറിയാം? ആർക്കറിയാം? ആർക്ക് പറയാം? ATP ഫുൾ നെയിം എന്താ? ATP ഫുൾ നെയിം എന്താ? എന്താടേ? ആ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. വേറെ അഡിനോ ട്രൈഫോസ്ഫേറ്റ് വേറെ ഉണ്ടോ? വേറെ ഉത്തരം എന്താ? വേറെ ഉണ്ടോ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലേ, 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 അല്ലേ? അടേ പറഞ്ഞേ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. മറക്കരുത്, ATP ഇല്ലേ?
പണ്ട് പ്ലസ് ടുവിൽ പഠിയ കാര്യ ATP എന്താ? അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലേ? അപ്പോൾ എന്താണ് മെറ്റബോളിസം കഴിഞ്ഞു വരുന്ന ATP യൂസ് ചെയ്തുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? മെറ്റബോളിസം കഴിഞ്ഞു വരുന്ന ATP യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കാം. എങ്കിൽ ATP യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എക്സാമ്പിൾ ഏതാ? ബോഡിക്കകത്ത് ATP ഉള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? സോഡിയം പൊട്ടാസ്യം എവിടെയെങ്കിലും സോഡിയം പൊട്ടാസ്യം പമ്പ് കണ്ടുണ്ടോ? സെല്ലിന് പുറത്തേക്ക് സോഡിയം കടന്നു പോകുന്നതും സെല്ലിനകത്തേക്ക് പൊട്ടാസ്യം കടന്നു വരുന്നതും എന്ത് മെക്കാനിസമാ? ആലോചിച്ച് നോക്കിയത്. സെല്ലിന് പുറത്തേക്ക് സോഡിയം കടന്നു പോകുന്നതും സെല്ലിനകത്തേക്ക് പൊട്ടാസ്യം എന്താണ് കടന്നു വരുന്നത്? അവിടെ പോകുന്ന ആരാ? സോഡിയം പുറത്തോട്ട് പോവുകയും പൊട്ടാസ്യം അകത്തേക്ക് വരുന്നതുമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ശരിയല്ലേ? സെല്ലിന് പുറത്തേക്ക് സോഡിയം കടന്നു പോകുന്നതും സെല്ലിനകത്തേക്ക് എന്താണ് ഈ പറഞ്ഞ എന്താണ് പൊട്ടാസ്യം കടന്നു വരുന്നതും ഏത് ടൈപ്പ് മെക്കാനിസമാ? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. ശരിയല്ലേ? അകത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്നത് ആരാ? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. ക്ലിയർ ആയോ? സിമ്പിളായി പഠിച്ചോ? സിമ്പിളായി പഠിച്ചോ? നിങ്ങൾ ഒരിക്കൽ ഓർമ്മിക്കുക, സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് പ്രൈമറി അല്ലേ? അത് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുമ്പോൾ ഇത് പ്രൈമറി അല്ലേ? ശരിയല്ലേ? ശരിക്കും എക്സാക്ട് പറയുകയാണെങ്കിൽ എന്താണ് അതും പഠിക്കേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 3 മോളിക്യൂൾസ് അല്ലേ? ഒരു 3 മോളിക്യൂൾസ് സോഡിയം എന്താണ് പുറത്തേക്ക് പോവുകയും ഒരു 2 മോളിക്യൂൾസ് ഓഫ് പൊട്ടാസ്യം അകത്തേക്ക് വരികയും ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അവിടെ? ആ സമയത്ത് ബോഡിക്കകത്തുള്ള ഇലക്ട്രോൺ വ്യത്യാസം ഉണ്ടോ? ഇലക്ട്രോൺ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബോഡിക്കകത്തുള്ള ഇലക്ട്രോജനിക് ആക്ടിവിറ്റിക്കുള്ള മെയിൻ റീസൺ എന്താ? സോഡിയം പൊട്ടാസ്യം പമ്പ് അല്ലേ? ബോഡിക്കകത്തുള്ള ഇലക്ട്രോജനിക് ആക്ടിവിറ്റിക്കുള്ള മെയിൻ റീസൺ എന്താ? സോഡിയം പൊട്ടാസ്യം പമ്പിൽ വരുന്ന വ്യത്യാസമല്ലേ? സോഡിയം പൊട്ടാസ്യം പമ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ബോഡിക്കകത്തുള്ള ഇലക്ട്രോജനിക് ആക്ടിവിറ്റിക്ക് വരുന്ന എല്ലാ വ്യത്യാസം സോഡിയം പൊട്ടാസ്യം പമ്പിന് വ്യത്യാസം വന്നാലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ സെക്കൻഡറി ആണോ? സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? അതേ ഒരു കാര്യം ഓർമ്മിച്ചത്. എന്താ? സെല്ലാണ് പഠിക്കുന്നത്. സെല്ല് പഠിക്കാറുണ്ടോ? അല്ലെ? പണ്ടൊക്കെ പടം വരയ്ക്കും, കുറെ ഓർഗൻസ് മാർക്ക് ചെയ്യും. അതാണ് ഗോൾഗി അപ്പാരസ് ആണ്. ശരിയല്ലേ? അങ്ങനെയല്ലേ പണ്ട് സെല്ലിങ്ങനെ പഠിച്ചത് അല്ലേ? എന്തായിരുന്നു പ്രൈമറി? ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം എന്തായിരുന്നു? പ്രൈമറി ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. ചോദ്യം വരും, ATP യൂസ് ചെയ്തുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? ATP യൂസ് ചെയ്തുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ATP യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ. എക്സാമ്പിൾ സോഡിയം പൊട്ടാസ്യം പമ്പ് അല്ലേ? ക്ലിയർ? പ്രൈമറി ക്ലിയർ ആയല്ലോ? Now സെക്കൻഡറി എന്താ? സെക്കൻഡറി ആക്റ്റീവ് എന്താ? സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതായിരിക്കും എന്തായിരിക്കും? സെക്കൻഡറി ആക്റ്റീവ് എന്തായിരിക്കും? സിമ്പിളാ കാര്യം. നിങ്ങൾ കാര്യം എന്താണ് മനസ്സിലായപ്പോൾ സിമ്പിളാ.
അവിടെ സോഡിയം പൊട്ടാസ്യം ആയിരുന്നു. ഇപ്പൊ ഇവിടെ എന്തായിരിക്കും? അവിടെ സോഡിയം പൊട്ടാസ്യം ഇവിടെ എന്തായിരിക്കും? ഇവിടെ യൂസ് ചെയ്യുന്ന എനർജി എന്താ? ഇവിടെ യൂസ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? ഇവിടെ യൂസ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? ഇത് H+ അയോൺസ് ആണോ? H+ അയോൺസിന്റെ ആണോ? ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൈമറി ട്രാൻസ്പോർട്ടേഷൻ, ഇത് പ്രൈമറി ആക്റ്റീവിലെ നേരത്തെ പറഞ്ഞ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ സമയത്തെ അവിടെ ഇത് അയോണിക് കോൺസെൻട്രേഷനിൽ വരുന്ന വ്യത്യാസമില്ലേ? തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ? തൊട്ട് മുൻപേ പറഞ്ഞ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഉണ്ടാകുന്ന അയോണിക് കോൺസെൻട്രേഷന്റെ വ്യത്യാസ സമയത്ത് ഉണ്ടാകുന്ന എനർജി എന്തായിരിക്കും? സെക്കൻഡറി വരുന്നല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? പ്രൈമറി ആക്റ്റീവ് നേരത്തെ പറഞ്ഞ പ്രൈമറി ആക്റ്റീവ് സമയത്ത് ഉണ്ടാകുന്ന അയോണിക് കോൺസെൻട്രേഷന്റെ വ്യത്യാസ സമയത്ത് ഉണ്ടാകുന്ന എനർജി അല്ലേ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആവുന്നത്? H+ അയോൺസ് ആണോ? H+ അയോൺസ് ആണോ? എക്സാമ്പിൾ H+ അയോൺസ് ആണോ? ആണോ? യെസ്. ക്ലിയർ? 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 ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആയല്ലോ? ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആയല്ലോ? ആ ഒരു ചാപ്റ്റർ ആക്റ്റീവും പാസീവ് ഫുൾ ക്ലിയർ ആയല്ലോ? ആക്റ്റീവും പാസീവ് ഫുൾ ക്ലിയർ ആയല്ലോ? ആ ഒരു ചാപ്റ്റർ ഫുൾ ക്ലിയർ ആയല്ലോ? യെസ് ഓർ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? യെസ്. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സെല്ലിനകത്ത് തന്നെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഡിവിഷനെ പറയുകയാണ്. അതുപോലെ പഠിക്കുക. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു, പാസീവ് കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്താ the movement of larger molecules. The transportation അകത്ത് തന്നെ movement of larger molecules എങ്ങനെയായിരിക്കും? The transportation അകത്ത് തന്നെ ഇത് movement of larger molecules എങ്ങനെയായിരിക്കും? ആർക്കും ഇത് പറയാൻ പറ്റും? The transportation അകത്ത് തന്നെ the larger molecules the transportation എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? എക്സാമ്പിൾ ആണെങ്കിൽ ഇത് വേസ്റ്റ് പോകുന്നതിനായിരിക്കും. സെൽ മെമ്പറൈൻസിലൂടെ ലാർജർ മോളിക്യൂൾസ് ആയിട്ടുള്ള കടന്നു പോകുന്നില്ലേ? സെൽ മെമ്പറൈനിലൂടെ ലാർജർ മോളിക്യൂൾസ് കടന്നു പോകുന്നില്ലേ? ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടോ? സെൽ മെമ്പറൈനിലൂടെ തന്നെ ഇത് ലാർജർ മെമ്പറൈൻസ് കടന്നു പോറില്ലേ? ഇത് ബാക്ടീരിയ കടന്നു പോറില്ലേ? ഇത് ബാക്ടീരിയ സെപ്പറേറ്റ് മെക്കാനിസം അല്ലേ? ബാക്ടീരിയ സെപ്പറേറ്റ് മെക്കാനിസമാണ്. ശരിയല്ലേ? ബാക്ടീരിയ സെപ്പറേറ്റ് ഒരു മെക്കാനിസമാണ്. അതുപോലെ തന്നെ ലാർജർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് എപ്പോഴും രണ്ട് ടൈപ്പ് ഏതൊക്കെയാ? ലാർജർ മോളിക്യൂൾസ് സെൽ മെമ്പറിലൂടെ കടന്നു പോകുന്ന രണ്ട് ടൈപ്പാണ്. എപ്പോഴും വലിയ ലാർജർ മോളിക്യൂൾസ് എപ്പോഴും സെൽ മെമ്പറൈൻസ് കടന്നു പോകുന്ന രണ്ട് മെക്കാനിസം ഏതൊക്കെയാ? എവിടെയെങ്കിലും എൻഡോസൈറ്റോസിസ് എൻഡോസൈറ്റോസിസ് മൂവ്മെന്റ് ഓഫ് ലാർജ് മോളിക്യൂൾസിനകത്ത് വന്ന ഫസ്റ്റ് ടൈപ്പ് ആണ് എൻഡോസൈറ്റോസിസ്. എനിയോൺ എൻഡോസൈറ്റോസിസ് എനിയോ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? ചോദ്യം വരും ഇവിടെ നിന്ന്. ഞാൻ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിപ്പിക്കുന്ന ചോദ്യം വരും. കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് എൻഡോസൈറ്റോസിസ്? എന്താ മൂവ്മെന്റ് ഓഫ് ലാർജർ മോളിക്യൂൾസിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യമാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡോസൈറ്റോസിസ് മുമ്പ് ചോദിക്കട്ടെ, ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആണോ പാസീവ് ആണോ? ചോദിക്കട്ടെ. എൻഡോസൈറ്റോസിസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ പാസീവ് ആണോ? ചോദ്യം വരും. എൻഡോസൈറ്റോസിസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ? സെല്ലിനകത്തേക്ക് ഒരു സാധനത്തിനെ വലിച്ചെടുക്കുന്ന പ്രോസസ് ഏതാ? സെല്ലിനകത്തേക്ക് ഒരു സംഭവത്തിനെ വലിച്ചെടുക്കുന്ന പ്രോസസ് ഏതാ? ആക്റ്റീവ് ആണോ പാസീവ് ആണോ? സെല്ലിനകത്തേക്ക് ഒരു സംഭവത്തിനെ വലിച്ചെടുക്കുന്ന പ്രോസസ് ആക്റ്റീവ് അല്ലേ? ആക്റ്റീവ് അല്ലേ? കാര്യം മനസ്സിലാക്കുക. സെല്ലിനകത്തേക്ക് ഒരു സംഭവത്തിനെ വലിച്ചെടുത്താൽ ആക്റ്റീവ് അല്ലേ? 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 അല്ലേടേ? അപ്പോൾ ലാർജർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ലാർജർ മോളിക്യൂൾസ് ഓഫ് മെറ്റീരിയൽസിനെ എപ്പോഴും സെല്ലിനകത്തേക്ക് അബ്സോർവ് ചെയ്ത പ്രോസസ് എന്താ? വലിയ ലാർജർ മോളിക്യൂൾസിനെ എപ്പോഴും സെല്ലിനകത്തേക്ക് അബ്സോർവ് ചെയ്ത പ്രോസസ് എന്താ?
എൻഡോസൈറ്റോസ് അല്ലേ? എൻഡോസൈറ്റോസ് അല്ലേ? ലാർജർ മോളിക്യൂൾസ് എപ്പോഴും മെറ്റീരിയൽസ് എപ്പോഴും സെല്ലിനകത്തേക്ക് അബ്സോർബ്. എക്സാം പറയുകയാണെങ്കിൽ ബാക്ടീരിയ വേസ്റ്റ് പ്രോഡക്ട്സും പ്രോട്ടീൻസിലും വരാറില്ലേ? അല്ലേ? ഇത് ലാർജർ മോളിക്യൂൾസ് ആയ ബാക്ടീരിയ വരാം, പ്രോട്ടീൻ വരാം, വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാത്തിനെയും അകത്തേക്ക് വിളിച്ച് പ്രോസസ് ചെയ്ത പ്രോസസ് ചെയ്ത എൻഡോസൈറ്റോസ് അല്ലേ? ലാർജർ മോളിക്യൂൾസ് ആയ ഓൾ പ്രോട്ടീൻ പ്രോട്ടീൻ, അതുപോലെ തന്നെ ബാക്ടീരിയ, വേസ്റ്റ് പ്രോഡക്ട്സിനെല്ലാം സെല്ലിനകത്തേക്ക് വലിച്ചെടുക്കുന്ന പ്രോസസ് എന്താ? എൻഡോസൈറ്റോസിസ് അല്ലേ? യെസ്, ക്ലിയർ? ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് കിട്ടിയോ? ഇനി എൻഡോസൈറ്റോസിന് 2 ടൈപ്പ് ഉണ്ട്. ഈ പറഞ്ഞ എൻഡോസൈറ്റോസിന് 2 ടൈപ്സ് ഏതൊക്കെയാ? എൻഡോസൈറ്റോസിന് പ്രധാനമായിട്ട് 2 ടൈപ്സ് ഏതൊക്കെയാ? പഠിക്കണം, ചോദ്യം വരും. എൻഡോസൈറ്റോസിന് പ്രധാന 2 ടൈപ്സ് ഏതൊക്കെയാ? ഏതൊക്കെയുണ്ട്? ഇനിയും അറിയാമോ? ഇനിയും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എൻഡോസൈറ്റോസിസ് എന്ന് മാത്രം അറിയാം, പക്ഷെ 2 ടൈപ്സ് ഉണ്ടെന്ന് അറിയാമോ? 2 ടൈപ്സ് പ്രധാനമായിട്ടുണ്ട്. എൻഡോസൈറ്റോസിസ് പ്രധാനമായിട്ടും 2 ടൈപ്സ് പ്രധാനമുണ്ട്. ഏതൊക്കെയാ? പിനോസൈറ്റോസിസും ഫാഗോസൈറ്റോസിസും. ഫാഗോസൈറ്റോസിസ് അറിയാലോ? അതറിയാം. ഫാഗോസൈറ്റോസിസ് കേട്ടിട്ടുണ്ട്, പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. ഫാഗോസൈറ്റോസിസ് അറിയാം. അപ്പൊ എൻഡോസൈറ്റോസിസ് പ്രധാന 2 ടൈപ്പ് ഏതൊക്കെയാ? പിനോസൈറ്റോസിസും ഫാഗോസൈറ്റോസിസും. 2 പേരാണ്. എൻഡോസൈറ്റോസിസ് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ട്, പിനോസൈറ്റോസിസും ഫാഗോസൈറ്റോസിസും. ആ പേര് പഠിച്ചോ? ആദ്യം പേര് പഠിച്ചോ? എൻഡോസൈറ്റോസിസ് 2 എണ്ണം ഉണ്ട്, പേര് പഠിച്ചോ? എൻഡോസൈറ്റോസിസ് 2 ടൈപ്പ് ഉണ്ട്, പേര് പഠിച്ചോ? പിനോസൈറ്റോസിസും ഫാഗോസൈറ്റോസിസ്. പഠിച്ചോടെ? യെസ്, പഠിച്ചു. അപ്പൊ എന്തായിരിക്കും പിനോസൈറ്റോസിസ്? എന്താ പിനോ എന്ന് പറയുമ്പോൾ ഒരു വാക്ക് കേൾക്കാറുണ്ട്. അത് വാക്ക് പറയുന്നത് പറയാം. സെല്ലിന് പുറത്തുള്ള എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനെ വലിച്ചെടുക്കുന്ന പ്രോസസ് പറയുമ്പോൾ വാക്കറിയാം, സെൽ ഡ്രിങ്കിങ് അല്ലേ? സെൽ ഡ്രിങ്കിങ് കേട്ടിട്ടുണ്ടോ? എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനെല്ലാം വലിച്ചകത്തേക്ക് എടുക്കാറില്ലേ? അത് പിനോസൈറ്റോസിസ് അല്ലേ? അത് എക്സ്ട്രാ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിനെല്ലാം വലിച്ചകത്തേക്ക് എടുക്കുക. എന്താ പിനോസൈറ്റോസിസ് അല്ലേ? സെൽ ഡ്രിങ്കിങ് വിളിക്കാറില്ലേ? സെൽ ഡ്രിങ്കിങ് എന്ന് വിളിക്കാറില്ലേ? പറഞ്ഞുകൂടെ? പിനോസൈറ്റോസിസ് നമുക്ക് എപ്പോഴും സെൽ ഡ്രിങ്കിങ് എന്ന് വിളിക്കും. കാരണം എന്താ? എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനെല്ലാം വലിച്ച് അകത്തേക്ക് എടുക്കുന്നതുകൊണ്ടാണ്. എന്താണ് സെൽ ഡ്രിങ്കിങ് എന്ന് പിനോസൈറ്റോസിനെ വിളിക്കുന്നത്. ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി. പിനോസൈറ്റോസിസ് പറഞ്ഞാൽ സെൽ ഡ്രിങ്കിങ്. ഫാഗോസൈറ്റോസിസ് എന്താ? ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി. പിനോസൈറ്റോസിസ് പറഞ്ഞാൽ സെൽ ഡ്രിങ്കിങ്ങും ഫാഗോസൈറ്റോസിസ് എന്താ? സെൽ ഈറ്റിങ്ങും അല്ലേ? 2 വ്യത്യാസം. പിനോസൈറ്റോസിസ് ആണെങ്കിൽ സെൽ ഡ്രിങ്കിങ്, ഫാഗോസൈറ്റോസിസ് എന്താ? സെൽ ഈറ്റിംഗ് അല്ലേ? മറക്കരുത്. ഫാഗോസൈറ്റോസിസ് ആണെങ്കിൽ സെൽ ഈറ്റിംഗ് ആണ്, പിനോസൈറ്റോസിസ് ആണെങ്കിൽ സെൽ ഡ്രിങ്കിങ് ആണ്. സോ ഇവിടെ എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലർ മെറ്റീരിയൽസ് എല്ലാം, എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്, സെല്ലിനകത്തുള്ള എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് എല്ലാം അബ്സോർബ് ചെയ്ത പ്രോസസ് എന്താ? സെല്ലിനകത്തേക്ക് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനെ വലിച്ചെടുക്കുന്ന പ്രോസസ് എന്താ? ഉത്തരം പറഞ്ഞേ. സെല്ലിനകത്തേക്ക് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനെല്ലാം വലിച്ചെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? പിനോസൈറ്റോസിസ്. എല്ലാവരും പറഞ്ഞേ. സെല്ലിനകത്തേക്ക് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനെല്ലാം വലിച്ചെടുക്കുന്ന പ്രോസസ് എന്താ? പിനോസൈറ്റോസിസ് അല്ലെ? പിനോസൈറ്റോസിസ് എന്ന് പറയാം. അപ്പൊ ഫാഗോസൈറ്റോസിസ് എന്താ? അപ്പോൾ ഫാഗോസൈറ്റോസിസ് മറ്റത് പിനോ ആണെങ്കിൽ സെൽ ഡ്രിങ്കിങ് ആണ്, ഫാഗോ ആണെങ്കിൽ സെൽ ഈറ്റിംഗ് അല്ലേ? ഈറ്റിംഗ് അല്ലേ? എക്സാം ചോദ്യം ഒരു വാക്കുണ്ട്, ഞാൻ വാക്ക് പറഞ്ഞുതരാം. എക്സാമിന് എവിടെയെങ്കിലും എൻഗൾഫിംഗ് കേട്ടിട്ടുണ്ടോ? എൻഗൾഫിംഗ് ഏതെങ്കിലും എക്സാമിനുണ്ടെങ്കിൽ എൻഗൾഫിംഗ് എന്ന വാക്കിട്ടുണ്ടോ എക്സാമിന്? ഇത് എൻഗൾഫിംഗ് എന്ന ടേം ഉണ്ട്. എൻഗൾഫിംഗ് എന്ന ടേം കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ
അതെന്താ ഫാഗോസൈറ്റോസ് അല്ലേ? പിടിച്ച് വിഴുങ്ങുക അല്ലേ? വിഴുങ്ങല്ലേ അല്ലേ? സെല്ലിനകത്തേക്ക് വരുന്ന ലാർജർ പാർട്ടിക്കിൾസിനെ ഇത് വിഴുങ്ങുന്ന പ്രോസസ് എന്താ? ഫാഗോസൈറ്റോസ് അല്ലേ? സെല്ലിനകത്തേക്ക് വരുന്ന ലാർജർ പാർട്ടിക്കിൾസിനെ പിടിച്ച് വിഴുങ്ങുന്ന പ്രോസസ് എന്താ? സെല്ലിനകത്തേക്ക് വരുന്ന ലാർജർ പാർട്ടിക്കിൾസ്, ലാർജർ മോളിക്യൂൾസോ എന്തിനേലും പിടിച്ചു വിടുക ഫാഗോസൈറ്റോസിസ് അല്ലെ? ഇത് മൈക്രോ ഓർഗാനിസം ആവാം അല്ലേ? ശരിയല്ലേ? സെല്ലിന്റെ വേസ്റ്റ് ബോട്ട് ആവാം, സെല്ലിന്റെ ബ്രിസ് ആവാം. ശരിയല്ലേ? ശരിയല്ലേ? ഇത് പിനോസൈറ്റ്സ് എന്തായിരുന്നു? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെ മാത്രം അകത്തേക്ക് വലിച്ചെടുത്ത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെ മാത്രം അകത്തേക്ക് വലിച്ചെടുത്താൽ എന്ത് വിളിക്കാം? പിനോസൈറ്റോസിസ് അല്ലേ? സെല്ലിന്റെ വേസ്റ്റ് ലൈക്ക് ദ സെല്ലുലാർ ഡെബ്രിസ് എല്ലാം സോൾഡ് പാർട്ടിക്കിൾസ് എല്ലാം അകത്ത് എന്തൊക്കെയും ഫാഗോസൈറ്റോസ് അല്ലേ? ക്ലിയർ? അപ്പൊ ഇതെവിടെ പഠിച്ചത്? രണ്ട് ടൈപ്പ് എവിടെ പഠിച്ചത്? എൻഡോസൈറ്റോസിന്റെ രണ്ട് ടൈപ്പ് കിട്ടിയോ? എൻഡോസൈറ്റോസിന്റെ രണ്ട് ടൈപ്പ് കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? കിട്ടുന്നുണ്ടോ? നെക്സ്റ്റ് ഈസ് എക്സോസൈറ്റോസ്. എന്തായിരിക്കും? സിമ്പിളാ കാര്യം. എക്സോ എന്തായിരിക്കും? സെല്ലിനകത്തുള്ള വേസ്റ്റിനെല്ലാം പുറത്തേക്ക് കളയുന്ന മെക്കാനിസം എന്താ? ഇത് മലയാളത്തിൽ പഠിക്കട്ടെ. സെല്ലിനകത്തുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് ഇല്ലേ? സെല്ലിനകത്തുള്ള വേസ്റ്റ് പ്രോഡക്റ്റിനെ എല്ലാം, വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും സെല്ലിന് പുറത്തേക്ക് കളയുന്ന പ്രോസസ് എന്താ? എക്സോസൈറ്റോസ് അല്ലേ? ശരിയല്ലേ? അല്ലേ? സെല്ലിന് അകത്തുള്ള വേസ്റ്റിനെ എല്ലാം സെല്ലിന് പുറത്തേക്ക് കളയുന്ന പ്രോസസ് എന്താ? എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞൂടെ? ശരിയല്ലേ? അവിടെ ഒരു ചോദ്യമുണ്ട്, എക്സാം ചോദിക്കും. സെൽ ടു സെൽ, ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ട്രാൻസ്മിഷൻ ചെയ്ത പ്രോസസ് ചെയ്ത ഒരു സെല്ലിൽ നിന്നും മറ്റു സെല്ലിലോട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന പ്രോസസ് ചെയ്ത എക്സോസൈറ്റോസ് അല്ലേ? ചോദ്യമുണ്ട്. എക്സോസൈറ്റോസിസ് അവിടെ ബേസിക് ആയിട്ട് എന്ത് മൂവ്മെന്റ് സഹായിക്കും? മൂവ്മെന്റ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് പറയുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ? ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ട്രാൻസ്മിറ്റർ ഒരു സെല്ലിൽ നിന്നും ആ സെല്ലിലോട്ട് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. എക്സോസൈറ്റോസ് എപ്പോഴും സഹായിക്കാറുണ്ട്. ക്ലിയർ ആയോ? ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലോട്ട് പോകാൻ സഹായിക്കുന്ന പ്രോസസ് ഏതാ? ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലോട്ട് പോകാൻ സഹായിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? എക്സോസൈറ്റോസിസ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലോട്ട് പോകാൻ സഹായിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഏതാ? എക്സോസൈറ്റോസിസ്. ക്ലിയർ? സോ ഇത്രയുമാണ് സെല്ലിന്റെ ചാപ്റ്റർ 2. ക്ലിയർ? ചാപ്റ്റർ 2 ക്ലിയർ ആയോ? ചാപ്റ്റർ 1 കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, അയച്ചു തരും കേട്ടോ. ചാപ്റ്റർ 1 തുടക്കമാണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം ഒരു സിസ്റ്റവും പഠിക്കുന്നില്ല. ഫസ്റ്റ് ഒരു മാസം ഫുള്ളും എന്താണ് ബേസിക്സ് ഓഫ് നഴ്സിംഗ് പഠിക്കും. അത് കൃത്യമായി പഠിക്കുക, ചോദ്യം വരും. ഓക്കെ? അപ്പം സെല്ല് 1 ആയി 2 ആയി. ആ ഒന്നും റെക്കോർഡിങ് വേണമെങ്കിലേ അയച്ചു കേട്ടോ. ആർക്കെങ്കിലും നോട്ടും പഠിക്കുമ്പോൾ നോട്ട് എടുത്തു. പഠിക്കുമ്പോൾ നോട്ടൊന്നും തരും, ഞാൻ നോട്ട് തരും കേട്ടോ. വേറെ എവിടെ നിന്ന് നോട്ട് തരും കേട്ടോ. പഠിക്കുക. ഇന്നൊക്കെ ചോദ്യം എപ്പോഴും വരാറുള്ളത് കേട്ടോ. നന്നായി പഠിക്കട്ടോ. സോ താങ്ക് യു സോ മച്ച്. ബൈ. സി യു. 1-ാം തീയതി കാണാം. താങ്ക് യു.